ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2024 ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് പുറത്തിറങ്ങിയ ട്രാപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു മിസ്റ്ററി ത്രില്ലർ മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഒരു സൈക്കോയുടെ മുന്നിൽ കുറച്ച് പേര് പെട്ടിട്ട് അവർ ആ ഒരു സൈക്കോയുടെ അടുത്ത് നിന്നോ അല്ലെങ്കിൽ ആ ഒരു സീരിയൽ കില്ലറിന്റെ അടുത്ത് നിന്നും എങ്ങനെ രക്ഷപ്പെടുന്നു എന്നുള്ള മൂവീസ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതിൽ അവർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആ ഒരു കാര്യങ്ങളും ഇതെല്ലാം കാണുമ്പോഴത്തേക്കും നമുക്ക് അതിലാകെ ടെൻഷനായിട്ട് അത് കണ്ടുവരുന്നിട്ടുണ്ട്. നേരെ തിരിച്ച് ഒരു സീരിയൽ കില്ലർ പോലീസുകാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതിൽ നമ്മൾ ടെൻഷൻ അടുപ്പിച്ചിരുത്തി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അത് ഒരവസരം എത്തുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു സീരിയൽ കില്ലറിനോട് തന്നെ ചെറിയൊരു സഹതാപം തോന്നും. ആ ഒരു രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സ്റ്റോറി പറയുന്നൊരു മൂവി. വെറുതെ പറയാൽ ഈ ഒരു മൂവി കണ്ടു കഴിഞ്ഞപ്പോൾ ഇതുപോലെ എന്നെ പിടിച്ചിരുത്തിയ ഒരു മൂവി വേറെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു രീതിയിൽ ഒരിടത്തും ബോറടിപ്പിക്കാതെ അവസാനം വരെയും കൊണ്ടുപോകുന്നൊരു മൂവിയാണിത്. ഭയങ്കരമായിട്ടുള്ള ടെസ്റ്റുകളോ കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ സ്റ്റാർട്ടിങ് മുതൽ തന്നെ നമ്മൾ ടെൻഷൻ അടുപ്പിച്ചായിരിക്കും ഒരു മൂവി നമ്മളെ കൊണ്ടുപോകുന്നത്. അടുത്തത് എന്തായിരിക്കും, അവനെ പിടിക്കോ ഇല്ലയോ എന്നുള്ള ഒരു ടെൻഷൻ എപ്പോഴും നമുക്കുണ്ടാവും ആ ഒരു രീതിയിൽ. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു മൂവി സ്കിപ്പ് ചെയ്യാതെ മിസ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ അടുത്തുള്ള ഒരു ബെല്ലൈക്കണും ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ നമ്മുടെ ഈ മൂവിയിലെ ഹീറോ ആയിട്ടുള്ള കൂപ്പർ അവനൊരു ഫയർ ഫൈറ്റർ ആണ്. അതേപോലെ തന്നെ കൂപ്പറിന്റെ മകള് റെയ്ലി. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഇപ്പോൾ ഒരു വലിയ ഷോ കാണാനായിട്ട് ഇങ്ങനെ പോവാണ്. വേറെ ആരുടേതല്ല, പോപ്പ് സ്റ്റാർ ആയിട്ടുള്ള റേവലിന്റെ. അപ്പോൾ റേവൽ ആണെങ്കിൽ അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു പോപ്പ് സ്റ്റാർ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ റെയ്ലിക്ക് അവളെ വലിയ ഇഷ്ടമാണ്. കൂടുതലായിട്ട് ഈ ടീനേജർ ആയിട്ടുള്ള കുട്ടികളുണ്ടല്ലോ, അവരാണ് ഈ ഒരു പോപ്പ് സ്റ്റാറിനെ കൂടുതലായിട്ട് ആരാധിക്കുന്നത്. അങ്ങനെ അവരുടെ ആ ഒരു ഷോ കാണാനായിട്ട് നമ്മുടെ കൂപ്പർ റെയ്ലിനെ കൊണ്ട് അവിടേക്ക് വരുമ്പോൾ അതിന്റെ ബ്രിഡ്ജിന്റെ മുകളിലായിട്ട് ആളിങ്ങനെ കൂടി നിൽക്കാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും അവിടേക്ക് ചെന്ന് താഴേക്ക് നോക്കുന്ന സമയത്ത് ലേഡി റേവൻ ആ ഒരു കാറിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ റെയ്ലിക്ക് അത്രയും സന്തോഷം. അങ്ങനെ ഇവർ രണ്ടുപേരും ഷോ നടക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ കൂപ്പർ പറയുന്നുണ്ട്, ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുള്ളത് 10ാമത്തെ റോയിലാണ്, എനിക്കറിയാം നിനക്ക് റേവനെ എത്ര ഇഷ്ടമാണെന്ന്. അങ്ങനെ അകത്തേക്ക് പോകുമ്പോഴത്തേക്കും കൂപ്പർ താഴേക്ക് നോക്കുന്നുണ്ട്. സെക്യൂരിറ്റി ആയിട്ട് ഒരുപാട് പോലീസുകാരും എല്ലാവരും വന്ന് നിൽപ്പുണ്ട്. അങ്ങനെ അവരെല്ലാം കണ്ട് അകത്തേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ റെയ്ലി ആണെങ്കിൽ അവിടെ കുറച്ച് കുട്ടികൾ എന്നിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. അവരോടൊപ്പം നിന്ന് ഡാൻസ് കളിക്കുമ്പോൾ കൂപ്പർ ആ ഒരു കാര്യം വീഡിയോ എടുക്കുന്നു. ഒരച്ഛൻ എന്ന നിലയിൽ നമ്മുടെ കൂപ്പർ റെയ്ലിയെ നല്ലതുപോലെ ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും ആ ഒരു സ്റ്റേജിന് മുന്നിലേക്ക് വരുമ്പോഴത്തേക്കും നേരത്തെ തന്നെ പറഞ്ഞിരുന്നല്ലോ 10ാമത്തെ റോയാണെന്ന്. അതുകൊണ്ട് തന്നെ അടുത്തിരുന്നിട്ട് ആ ഒരു ഷോ അവർക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ റെയ്ലിക്ക് അത്രയും സന്തോഷമായി. അങ്ങനെ അകത്തു വന്നിരിക്കുമ്പോൾ റെയ്ലിയുടെ സുഹൃത്തുക്കളും മറ്റും കുറച്ച് ദൂരെയായിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ ഒരു ഷോയും സ്റ്റാർട്ട് ആവുകയാണ്. പോപ്പ് സ്റ്റാർ ആയിട്ടുള്ള റേവനും വന്നിട്ട് ആദ്യത്തെ ആ ഒരു സോങ് തുടങ്ങുന്നതും നേരത്തെ തന്നെ പറഞ്ഞിരുന്നല്ലോ ഇവിടെയുള്ള എല്ലാവരും ടീനേജർ ആയിട്ടുള്ള കുട്ടികളാണ്. അപ്പൊ അവരുടെ രക്ഷിതാക്കളാണ് മുതിർന്നവരായിട്ട് ഇവരുടെ കൂടെ വന്നിട്ടുള്ളത്, അല്ലാണ്ട് വേറെ ആരുമില്ല. അങ്ങനെ ഈ ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്ന അതേ സമയം നമ്മുടെ കൂപ്പർ വെട്ടുന്ന റെയ്ലിയോട് പറയും, റെയ്ലി നീ ഇവിടെ തന്നെ നിൽക്കോ, ഞാനൊന്ന് ബാത്റൂമിൽ പോയിട്ട് വരാം, എവിടെയും പോരുത്, ഇവിടെ തന്നെ നിൽക്കണമെന്ന് പറഞ്ഞേ നമ്മുടെ കൂപ്പർ നേരെ ബാത്റൂമിലേക്ക് വരാണ്. അങ്ങനെ ബാത്റൂമിനകത്തേക്ക് കയറിയിട്ട് അവനെന്താ ചെയ്യുന്നത് വെച്ചാൽ അവന്റെ ഫോൺ എടുത്തതിനെ ഓൺ ആക്കുന്നതും കാണിക്കുമ്പോൾ ആ ഒരു ഫോണിനകത്ത് ഏതോ ഒരു പയ്യനെ ഒരു സ്ഥലത്ത് കെട്ടിയിട്ടേക്കുന്നത് പോലെയാണ് കാണിക്കുന്നത്. ഓക്കെ, അവനൊരു കുഴപ്പമില്ലാന്ന് മനസ്സിലാക്കി കൂപ്പർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഫോൺ എടുത്ത് ഉള്ളിലേക്ക് വെച്ചിട്ട് വാഷ് ചെയ്യാനായിട്ട് വന്ന് നിൽക്കുമ്പോഴത്തേക്കാണ് അടുത്തൊരു ലേഡി വന്ന് നിൽക്കുന്നത് പോലെ. കൂപ്പർ പെട്ടെന്ന് അവരെ കണ്ട് കണ്ണടച്ചിട്ട് ഒരു വട്ടം കൂടി നോക്കുമ്പോൾ ആ ഒരു ലേഡി അവിടെ കാണാനില്ല. അതേസമയം തന്നെ ഈ ഒരു പ്രോഗ്രാം നടക്കുന്ന അതിന് വെളിയിൽ കാണിക്കുമ്പോഴത്തേക്കാണ് ഇപ്പോൾ ഒരുപാട് പോലീസുകാർ ആ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ വരുന്നു. ഒരു വണ്ടിയൊന്നുമല്ല, ഒരു 6-7 വണ്ടിയിലായിട്ട് ഒരുപാട് പോലീസുകാർ ഈ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ഒരാളെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നതെന്ന് മാത്രം നമുക്കറിയാം. അങ്ങനെ കൂപ്പർ ആണെങ്കിലും പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ റെയ്ലിയുടെ സുഹൃത്തിന്റെ അമ്മ നമ്മുടെ കൂപ്പറിനെ കണ്ടിട്ട്, ഹേയ് കൂപ്പർ, ഒരുപാട് നാളായല്ലോ. ശരി, നമ്മുടെ കുട്ടികൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടാവും, പക്ഷെ അതൊന്നും നമ്മൾ കാര്യമാക്കരുത്, അവർ ചെറിയ കുട്ടികളല്ലേ. ശരി, നീ എവിടെ ഇരിക്കുന്നത് ചോദിക്കുമ്പോൾ കൂപ്പർ പറയും, ഞങ്ങൾ 10ാമത്തെ റോയിലാണ്, നിങ്ങൾ എവിടെയാന്ന് ചോദിക്കുമ്പോൾ അവർ 107ാമത്തെ റോയില്. ഓക്കെ ശരി, നമുക്ക് കാണാന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ അത് കഴിഞ്ഞ് കൂപ്പർ നേരെ റെയ്ലിയുടെ അടുത്തേക്ക് വരികയാണ്. അങ്ങനെ ആദ്യത്തെ ആ ഒരു സോങ് കഴിഞ്ഞു. അങ്ങനെ അടുത്ത സോങ് തുടങ്ങുന്നതിന് മുന്നേ റേവൻ ഒരു കാര്യം പറയുന്നുണ്ട്, അവരുടെ ജീവിതത്തിൽ സംഭവിച്ചൊരു കാര്യം. വേറെ ഒന്നല്ല, കുട്ടിക്കാലത്ത് അവരുടെ അച്ഛൻ അവളെ ഉപേക്ഷിച്ചിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് അവൾ ഒറ്റയ്ക്കാണ് ജീവിച്ചത്. അത് കഴിഞ്ഞാണ് ഈ ഒരു നിലയിൽ എത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് ആരാധകര് അവൾക്കുള്ളതും. അങ്ങനെ ആ ഒരു കാര്യം പറഞ്ഞിട്ട് എന്നിട്ട് അവൾ പറയുന്നുണ്ട്, എന്റെ അച്ഛൻ എന്നെ ഉപേക്ഷിച്ച് പോയത് ഒരിക്കലും അയാളുടെ തെറ്റുകൊണ്ടല്ല, ഞാൻ എന്റെ അച്ഛനോട് ക്ഷമിച്ചിരിക്കുന്നു. നിങ്ങളും അതുപോലെ ആർക്കെങ്കിലും ക്ഷമ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരും അവരുടെ ലൈറ്റുകൾ മുകളിലേക്ക് ഉയർത്താൻ പറയുമ്പോൾ എല്ലാവരും അതുപോലെ ഇങ്ങനെ ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത ആ ഒരു സോങ് ഇങ്ങനെ തുടങ്ങുകയും ചെയ്യുന്നു. അതേസമയം നമ്മുടെ കൂപ്പർ മറ്റൊരു വശത്തേക്ക് നോക്കുമ്പോഴത്തേക്കും അവിടെ നിന്ന് സെക്യൂരിറ്റികൾ ഒരാളെ ഇങ്ങനെ പിടിച്ചോണ്ട് പോകുന്നുണ്ട്. എന്തിനാണെന്ന് അറിയത്തില്ല. അങ്ങനെ അതെല്ലാം നോക്കിയിട്ട് അത് കഴിഞ്ഞ് ഇവര് ഈ ഒരു ഷോയ്ക്ക് ഇടവേള കൊടുക്കുമല്ലോ. ആ ഒരു സമയത്ത് ഇവർ വെളിയിലേക്ക് വന്ന് ഈ പോപ്പ് സ്റ്റാറിന്റെ പേര് പതിച്ചിട്ടുള്ള ടീഷർട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് വാങ്ങിക്കാനായിട്ട് ഇങ്ങനെ വരികയാണ്. ആ ഒരു സമയത്താണ് നമ്മുടെ റെയിൽ നോക്കുമ്പോഴത്തേക്ക് ഒരു ടീഷർട്ട് അവൾക്ക് കിട്ടി. പക്ഷെ അതിന് മുന്നേ തന്നെ മറ്റൊരു പെൺകുട്ടി ആ ഒരു ടീഷർട്ട് ചോദിച്ചിരുന്നു. അതുകൊണ്ട് ഒറ്റ പീസേ ഉള്ളെന്ന് പറയുമ്പോൾ കൂപ്പർ പറയും, എന്തായാലും ആ ഒരു പെൺകുട്ടിയല്ലേ മുന്നിൽ വന്നേ, നമുക്ക് എന്തായാലും മറ്റൊരു സമയത്ത് നോക്കാം എന്നിങ്ങനെ പറയുന്നത്. റെയ്ലി ആണെങ്കിൽ ഓക്കെ ശരിയെന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുമ്പോഴത്തേക്കാണ്
ജാമി എന്ന് പറഞ്ഞിട്ട് അത് വിൽക്കാനായിട്ട് നിൽക്കുന്ന ഒരുത്തനുണ്ട്. അവൻ പെട്ടെന്ന് നമ്മുടെ കൂപ്പറിനെ നോക്കിയിട്ടാണ് പറയുന്നത്, നിങ്ങളൊരു നല്ല അച്ഛനാണ്, നിങ്ങൾ നല്ലതുപോലെ നിങ്ങളുടെ മകളെ വളർത്തുന്നുണ്ട്. ശരി, എന്തായാലും ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇവിടേക്കൊന്ന് വാ, നിങ്ങൾക്ക് വേണ്ടി ആ ഒരു ഷർട്ട് ഞാൻ എടുത്ത് മാറ്റി വെക്കാം. അപ്പോഴേക്കാണ് നമ്മുടെ കൂപ്പർ അവനുമായിട്ട് പരിചയപ്പെടുന്നത്. അപ്പോൾ അവൻ പറയാം അവൻ്റെ പേര് ജാമി. അപ്പോൾ കൂപ്പർ ചോദിക്കും, ഹായ് ജാമി, ഞാൻ കൂപ്പർ. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ എന്തിനാ ഇതിന് വെളിയിൽ നിറയെ പോലീസുകാർ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്, പിന്നെ എല്ലായിടത്തും ക്യാമറ, ഇവിടെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ജാമി പറയും, അതെനിക്ക് ആരോടും പറയാൻ കഴിയത്തില്ല, പക്ഷെ നീ എന്നെ പറ്റിക്കരുത്. അപ്പോൾ കൂപ്പർ ഇല്ല ഞാൻ ഒന്നും ചെയ്തില്ല എന്ന് പറയുമ്പോൾ, നിനക്ക് ആ ഒരു സീരിയൽ കില്ലർ ബുട്ജറിനെ അറിയോ, വെറുതെ ആളുകളെ പിടിച്ചോണ്ട് പോയി കൊല്ലുന്ന ആ ഒരു സൈക്കോ സീരിയൽ കില്ലർ? കൂപ്പർ പറയും, അതെ, അവൻ ഇന്ന് ഈ ഒരു ഷോയിൽ വരുന്നുണ്ടെന്ന് ആരോ വിവരം കൊടുത്തു, അതനുസരിച്ച് അവനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പോലീസുകാർ ഇവിടെ വന്നിട്ടുള്ളത്. അതുമല്ല, ഈ ഒരു ഷോ നടത്തുന്നത് തന്നെ അവനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതറിഞ്ഞുകൊണ്ടാണ് ആ ഒരു പോപ്പ് സ്റ്റാർ റേവൽ ഉണ്ടല്ലോ, അവരും ഈ ഒരു ഷോ നടത്തുന്നത്. അതുകൊണ്ട് ഇവിടെ നിന്ന് വെളിയിലേക്ക് പോകാനായിട്ടുള്ള എല്ലാ എക്സിറ്റുകളിലും പോലീസ് നിൽപ്പുണ്ട്. അവനെ എന്തായാലും ഇന്ന് പിടിക്കും, അവന് രക്ഷപ്പെടാനായിട്ട് വേറെ വഴിയില്ല. പക്ഷെ ബാക്ക് സ്റ്റേജ് വഴിയല്ലാതെ മറ്റൊരാൾക്കും പുറത്തേക്ക് പോകാൻ കഴിയത്തില്ല, അത് ഞങ്ങൾക്കുള്ള വഴിയാണ്. നിങ്ങൾക്ക് നേരത്തെ തന്നെ മനസ്സിലായി കാണും, വേറെ ആരുമല്ല ആ ഒരു സൈക്കോ സീരിയൽ കില്ലർ, അത് നമ്മുടെ കൂപ്പറാണ്. എന്നിട്ട് ജാമി പറയുന്നുണ്ട്, കൂപ്പർ, ഇത് വേറെ ആരോടും പറയരുത്, ഞാൻ നിങ്ങളോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ കൂപ്പർ പറയും, ഇല്ലില്ല ആരോടും പറയത്തില്ല, പക്ഷെ മനസ്സിൽ കറക്റ്റ് ആളോട് തന്നെയാണ് വന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ജാമി ശരി, ഞാൻ ജോലിയിലേക്ക് തിരിച്ചു പോവാണ്, 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ടീഷർട്ട് വാങ്ങിക്കാണ്ട് വരത്തില്ലേ, ഞാൻ എടുത്തു വെച്ചേക്കാം എന്ന് പറയുന്നത് നമ്മുടെ കൂപ്പർ റെയിലിനെ വിളിച്ചിട്ട്, ഞാൻ ഇവിടെ എന്തോ ഒരു കാര്യം കണ്ടു, എനിക്കത് നല്ല ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ എല്ലാം ഇങ്ങനെ അന്വേഷിച്ച് നടക്കാണ്. വേറെ ഒന്നുമല്ല, വെളിയിലേക്ക് പോകാനായിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവനിങ്ങനെ നടക്കുന്നത്. പക്ഷേ റെയിലിക്ക് സംശയമൊന്നും ഉണ്ടാവരുത്. കാരണം എന്താണെന്നറിയോ, റെയിലിക്ക് അറിയത്തില്ല കൂപ്പർ ഒരു സീരിയൽ കില്ലർ ആണെന്നുള്ള കാര്യം. റെയിലിക്കാണെങ്കിൽ കൂപ്പർ അവളുടെ നല്ലൊരു അച്ഛൻ മാത്രമാണ്. അങ്ങനെ കൂപ്പർ ആയാലും നോക്കുമ്പോഴത്തേക്കും ഇവിടെയുള്ള ജോലിക്കാർക്ക് മാത്രം ഇവിടെ നിന്ന് വെളിയിലേക്ക് പോകാൻ കഴിയത്തില്ല. കാരണം അവരുടെ കയ്യിലൊരു കാർഡുണ്ട്, അത് ഉപയോഗിച്ച് മാത്രമേ ഡോർ തുറന്ന് വെളിയിലേക്ക് പോകാനായിട്ട് കഴിയത്തുള്ളൂ. അങ്ങനെ കൂപ്പർ വെളിയിലേക്ക് പോകാനായിട്ടുള്ള ആ ഒരു വർഷത്തേക്ക് വരുമ്പോഴത്തേക്കും അവിടെ എല്ലാ സെക്യൂരിറ്റി, പോലീസ് എല്ലാവരും നിൽപ്പുണ്ട്. ഡോർ വഴിയും ഒരാൾക്ക് പോലും പുറത്തേക്ക് പോകാൻ കഴിയത്തില്ല. പോയി കഴിഞ്ഞാൽ എന്തായാലും അവരെ പരിശോധിക്കും. അങ്ങനെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴത്തേക്കാണ് ഒരു ലേഡി നല്ലതുപോലെ മതി വെച്ചിട്ട് ആ ഒരു സ്റ്റെപ്പിന് മുകളിലായിട്ട് ഇങ്ങനെ നിൽക്കാണ്. അപ്പോൾ കൂപ്പർ റെയിലിയോട് പറയും, ഞാൻ എന്താ വരുന്നു എന്ന് പറഞ്ഞ് പതിയെ ആ ഒരു ലേഡിയുടെ അടുത്തേക്ക് ചെന്ന് അവരെങ്ങ് തള്ളി താഴേക്കിടും. അങ്ങനെ അവർ താഴേക്ക് വന്ന് വീഴുന്നതും എല്ലാവരും അടുത്തേക്ക് വന്ന് നോക്കുമ്പോൾ അവർ നല്ലതുപോലെ കുടിച്ചിട്ട് അവരുടെ കാല് വഴി താഴേക്ക് വന്ന് വീഴതാണെന്നേ വിചാരിക്കത്തുള്ളൂ. ആ ഒരു സമയത്ത് കൂപ്പർ റെയിലിയെ വിളിച്ചിട്ട് നേരെ താഴേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ ഇപ്പോഴും പോലീസ് നിൽപ്പുണ്ട്, വെളിയിലേക്ക് പോകാനായിട്ട് കഴിയത്തില്ല. അതേസമയം ഉള്ളിൽ അടുത്തൊരു സോങ്ങിനെ തുടങ്ങുമ്പോൾ കൂപ്പർ ആ ഒരു പേരും പറഞ്ഞ് റെയിലിനെ വിളിച്ചിട്ട് വാ അടുത്തത് തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അകത്തേക്ക് ഇങ്ങനെ വന്ന് നിൽക്കാണ്. അങ്ങനെ അകത്തേക്ക് വന്ന് നിൽക്കുമ്പോഴത്തേക്കും അടുത്തൊരു സോങ് റേവൽ പാടാൻ പോകുന്നത് അവളുടെ സുഹൃത്തുമായിട്ടാണ്. അത് ഫേമസ് ആയിട്ടുള്ള ഒരു പോപ്പ് ഗായകനാണ്. അങ്ങനെ അവന്റെ പേര് എല്ലാവരോടും വിളിക്കാൻ പറയുമ്പോൾ എല്ലാവരും പെടുന്ന അവന്റെ പേര് വിളിക്കുന്നതും ഈ ഒരു ഓഡിയൻസ് നിൽക്കുന്നതിന്റെ നടുവിലായിട്ട് ഒരു ഭാഗം മുകളിലേക്ക് ഉയർന്നു വന്നിട്ട് അതിനകത്ത് നിന്നും അവൻ പതിയെ താഴേക്ക് ഇറങ്ങിയ ചെല്ലാണ്. അങ്ങനെ ഇത് കാണുമ്പോൾ റെയിലിക്ക് എല്ലാവർക്കും സന്തോഷമായി. പക്ഷേ നമ്മുടെ കൂപ്പറിന് ഒട്ടും സന്തോഷമില്ല. അവൻ എങ്ങനെയെങ്കിലും പുറത്ത് പോയേ പറ്റൂ. അങ്ങനെ കൂപ്പർ എല്ലായിടത്തും നോക്കുമ്പോഴത്തേക്കാണ് ഇവൻ കയറി വന്നല്ലോ ആ ഒരു സ്റ്റേജിന്റെ അടിഭാഗം, അതിലെ വഴിയുണ്ട്. അപ്പോൾ കൂപ്പർ പെട്ടെന്ന് റെയിലിയെ വിളിച്ചിട്ട്, റെയിലി അതിനടിയിൽ എന്താണെന്ന് നമുക്ക് നോക്കിയാലോ, കാരണം അവൻ എവിടെ നിന്നാണ് വന്നതെന്ന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് ആകാംക്ഷയുണ്ട് എന്നെല്ലാം പറയുമ്പോൾ റെയിലി ചോദിക്കും, അച്ഛനെന്താ ഭ്രാന്ത് പിടിച്ചോ, ഇങ്ങനെയൊക്കെ എന്തിനാണ് സംസാരിക്കുന്നത്, ഇതൊക്കെ ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ എന്നെല്ലാം ചോദിക്കുമ്പോൾ കൂപ്പർ ശരിയാണല്ലോ, ഞാൻ എന്തൊക്കെയോ പറയുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്പോൾ വേറെ വഴിയില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു ഭാഗവും അടഞ്ഞങ്ങ് പോവാണ്. അപ്പോൾ ആ ഒരു വഴിയും നഷ്ടപ്പെട്ടു. അപ്പോൾ ആ ഒരു വഴിയേയും പോകാൻ കഴിയത്തില്ല. അപ്പോഴേക്കും കൂപ്പർ ആലോചിച്ചിട്ടാണ് പറയുന്നത്, ഓക്കെ റെയിലി, ഞാൻ പോയിട്ട് ആ ഒരു ഷർട്ട് കിട്ടിയോ ഇല്ലെന്ന് നോക്കിയിട്ട് വരാം, കിട്ടിയെങ്കിൽ അത് വാങ്ങിയിട്ട് വരാമെന്ന് പറയുമ്പോൾ റെയിലി പറയും, ശരി ഡാഡ്, പോയിട്ട് വാന്ന് പറയുമ്പോൾ നമ്മുടെ കൂപ്പർ നേരെ ജാമിയുടെ അടുത്തേക്ക് ചെല്ലാണ്. അപ്പോഴേക്കും ജാമി, ഹേയ് മാൻ, നിങ്ങൾ വീണ്ടും വന്നു, നിങ്ങൾ നല്ലൊരു ഫാദറാണ്, ശരി ബാ ഞാൻ തന്നെ എടുത്തു തരാം, എന്നോടൊപ്പം വാന്ന് പറഞ്ഞിട്ട് കൂപ്പറിനെ വിളിച്ചിങ്ങനെ പോകുമ്പോഴത്തേക്കും ജാമിയുടെ കയ്യിൽ ഇവർക്കായിട്ടുള്ള ആ ഒരു കാർഡുണ്ടല്ലോ, അത് വെച്ചിട്ട് ആ ഒരു ഡോർ തുറന്നാണ് ഉള്ളിലേക്ക് പോകുന്നത്. എന്നിട്ട് ആ ഒരു കാർഡ് എടുത്ത് പോക്കറ്റിലേക്ക് വെക്കുന്നതും കൂപ്പർ എന്തായാലും അത് കണ്ടു. അപ്പോൾ ആ ഒരു കാർഡ് എങ്ങനെയും എടുക്കണം. അങ്ങനെ ജാമിയാണെങ്കിൽ അകത്തേക്ക് ചെന്ന് ആ ഒരു ബോക്സ് എടുക്കാനായിട്ട് കൈ എത്തുമ്പോൾ കൂപ്പർ പറയും, ഇല്ല ഞാൻ സഹായിക്കാന്ന് പറഞ്ഞിട്ട് പുറകിലേക്ക് വന്ന് ആ ഒരു ബോക്സും എടുത്ത് അതിനോടൊപ്പം തന്നെ ആ ഒരു കാർഡും അവന്റെ പോക്കറ്റിൽ നിന്ന് അങ്ങ് എടുക്കാണ്. കൂപ്പർ താഴേക്ക് വെച്ചിട്ട് ജാമിയോട് ചോദിക്കുന്നുണ്ട്, അല്ല പോലീസുകാരെ ബുട്ചറിനെ കണ്ടുപിടിച്ചോ? ഇല്ലില്ല, അതിനെപ്പറ്റിയൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ നിങ്ങൾ കൂടുതൽ പേടിക്കുന്ന ഒരാളാണോ എന്ന് കൂപ്പറിനോട് ചോദിക്കുമ്പോൾ കൂപ്പർ പറയും, ഇല്ലില്ല അത്രയ്ക്ക് പേടിക്കുന്ന ഒരാളൊന്നുമല്ല. അപ്പോഴേക്കും ജാമി, ഓക്കെ ശരി, ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം, അവൻ കൊന്ന 12 പേരിലെ ഒരു സ്ത്രീയെ ആ ഒരു പാടത്തിന് താഴെ കെട്ടിത്തൂക്കിയിടുമ്പോൾ അതിൽ എൻ്റെ സുഹൃത്ത് ഓടിപ്പോയിട്ടുണ്ടായിരുന്നു. അവളുടെ ബോഡി മറയ്ക്കുന്നതിന് മുന്നേ അവൻ എടുത്ത വീഡിയോ ആണിത്. ദേ കണ്ടോ, ആ ഒരു സ്ത്രീയുടെ ശരീരം വെട്ടി ഞുറുക്കിയാണ് വെച്ചേക്കുന്നത്. അങ്ങനെയുള്ളൊരു ഭ്രാന്തനാണ് ആ ഒരുത്തൻ എന്നെല്ലാം സീരിയൽ കില്ലറിൻ്റെ മുന്നിൽ നിന്നിട്ട് അവനോട് തന്നെ പറയാണ്. അപ്പോൾ ജാമി പറയും, സോറി, ഞാൻ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഞങ്ങൾക്ക് ഇവിടേക്ക് വരുന്നതിന് മുന്നേ ഞങ്ങളെല്ലാവരെയും വിളിച്ചു നിർത്തിയിട്ട് ഒരു പരിശീലന പരിപാടിയെല്ലാം ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകതരം ഒരു കോഡ് തന്നിട്ടുണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ പോലീസ് ഞങ്ങളെ തടഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആ ഒരു കോഡ് പറഞ്ഞിട്ടായിരിക്കും വെളിയിലേക്ക് പോകുന്നത്. അപ്പോഴേക്കും കൂപ്പർ ചോദിക്കും,
അത് നല്ല കാര്യമാണല്ലോ. അല്ല എന്താ ഒരു കോഡ്? അല്ല പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ജാമി പറയും, ഹേയ് മാൻ, നിങ്ങളോട് ഞാൻ എന്തിനാ ഒളിപ്പിക്കുന്നത്? നിങ്ങൾ വേറെ ആരോടും പറയരുത്, കോഡ് ഇതാണ്, ഹാമിൽട്ടൺ, അതാണ് ഞങ്ങളുടെ കോഡ് എന്നിങ്ങനെ പറയുമ്പോൾ ഓക്കെ, ആ ഒരു കോഡ് ഇപ്പോൾ കൂപ്പറിന് മനസ്സിലായി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു തിരിച്ചു വരുന്നതും കൂപ്പർ ആ ഒരു ടീഷർട്ടും വാങ്ങി അവിടെ നിന്ന് നേരെ ആ ഒരു കാർഡ് എടുത്ത് ഏതെങ്കിലും മുറി തുറന്നകത്തേക്ക് പോകാൻ കഴിയുമെന്ന് ഇങ്ങനെ നോക്കാണ്. ആദ്യത്തെ മുറിയിലെ ഡോറിൽ വെക്കുമ്പോഴത്തേക്കും ഡോർ തുറക്കുന്നില്ല. അടുത്തൊരു റൂമിലേക്ക് വന്ന് അവിടുത്തെ ഡോർ തുറക്കാൻ ശ്രമിക്കുമ്പോൾ അത് തുറക്കുന്നുണ്ട്. അങ്ങനെ അതിനകത്തേക്ക് കയറി നോക്കുമ്പോഴത്തേക്കാണ് അവിടെ വന്നിട്ടുള്ള ആ ഒരു പോലീസുകാർക്ക് ഈ ഒരു സൈക്കോ കില്ലർ ആരാണെന്നുള്ള നിർദ്ദേശം കൊടുക്കുന്നത്. അവൻ അത്രയും സ്ട്രോങ് ആണ്, അത്ര അപകടകാരിയായിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് എല്ലാവരും നല്ല ശ്രദ്ധിച്ചു വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു കാരണവശാലും അവൻ ഇവിടെ നിന്ന് പുറത്തു പോകരുത് എന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ കൂപ്പർ അവിടെ നിന്നിട്ട് ഓ അങ്ങനെയാണല്ലേ എന്നുള്ള രീതിയിൽ അവരെല്ലാവരും ഇങ്ങനെ നോക്കുന്നു. അപ്പോഴേക്കും കൂപ്പർ എന്താ ചെയ്യുന്ന വെച്ചാൽ ഒരു കാർഡ് എടുത്ത് ദേഹത്തേക്ക് കുത്തി അവിടുത്തെ ഒരു ജോലിക്കാരനെ പോലെ പതിയെ അകത്തേക്ക് സോറി ഞാൻ കോഫി എടുക്കാൻ വന്നാണെന്നും പറഞ്ഞിട്ട് പതിയെ അകത്തേക്ക് ഇങ്ങനെ കയറി പോവാണ്. അവർക്ക് ഇപ്പോഴും അറിയത്തില്ല ഇവർ പിടിക്കാൻ വന്നിരിക്കുന്ന ആ ഒരു സീരിയൽ കില്ലറെ നമ്മുടെ കൂപ്പറാണെന്ന്. അങ്ങനെ അകത്തേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. അതിലെന്താണെന്ന് വെച്ചാൽ കൂപ്പർ കൊന്ന എല്ലാവരുടെ ശരീരം അവൻ ഒരിടത്ത് കൊണ്ടുപോയി ഉപേക്ഷിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യം പോലീസ് കണ്ടുപിടിച്ചു. അങ്ങനെ അതെല്ലാം അവിടെ വെച്ച് കണ്ടിട്ട് അവിടെയുള്ള ഒരു പോലീസുകാരനോട് സംസാരിച്ച് കൂപ്പർ കോഫിയായിട്ട് നേരെ തിരിച്ചു വരികയാണ്. വീണ്ടും എല്ലാവരുടെ ഇടയിലോട്ട് പോയിട്ട് സോറി സാർ എന്നെല്ലാം പറഞ്ഞ് സാധാരണ ഒന്നും അറിയാത്തതുപോലെ. അതുപോലെ വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ തന്നെ ഒരു പോലീസുകാരൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു വയർലെസ് ഫോൺ ഉണ്ടല്ലോ അതും എടുത്തിട്ടാണ് വെളിയിലേക്ക് ഇറങ്ങി വരുന്നത്. അങ്ങനെ വെളിയിലേക്ക് വരുമ്പോൾ വീണ്ടും റെയിലിയുടെ സുഹൃത്തിന്റെ അമ്മ കൂപ്പറിനെ കണ്ടിട്ട് ഹേയ് കൂപ്പർ, നീ എവിടെയാ പോകുന്നേ എന്നും പറഞ്ഞ് അവനിങ്ങനെ തടഞ്ഞു നിർത്താണ്. അപ്പൊ കൂപ്പറിന് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പോകണമല്ലോ. കൂപ്പർ പറയും റെയിലിക്ക് ചെറിയ പരിക്ക് പറ്റി, എനിക്ക് പോകണമെന്ന് പറയുമ്പോൾ അവർ പറയും ഏയ് ഇല്ലില്ല, നീ ഇപ്പൊ എവിടെയും പോകണ്ട, പെൺകുട്ടികളാകുമ്പോഴത്തേക്ക് അതെല്ലാം ഒറ്റയ്ക്ക് നോക്കിക്കോളും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൂപ്പറിനെ അവിടെ പിടിച്ചു നിർത്താനായിട്ട് ശ്രമിക്കുകയാണ്. എന്നിട്ട് അവർ വേറെ എന്തൊക്കെയോ ഇവരുടെ പഴയ കാര്യങ്ങൾ, ഈ വഴക്കിട്ട കാര്യങ്ങളെ പറ്റിയെല്ലാം സംസാരിച്ച് അവർ പെട്ടെന്ന് ദേഷ്യപ്പെടുമ്പോഴത്തേക്കും അടുത്ത് നിൽക്കുന്ന രണ്ട് സെക്യൂരിറ്റികൾ ഈ ഒരു കാര്യം നല്ലതുപോലെ നോക്കുന്നുണ്ട്. അവർ നോക്കുന്നെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ കൂപ്പർ പെട്ടെന്ന് ഇവരെ സമാധാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന അതേ സമയം പുറകിൽ കാണിക്കുമ്പോഴത്തേക്കും പുറകിൽ എന്തൊരു ബഹളം. ഇവർ തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഒരു സീരിയൽ കില്ലർ ആണെന്ന് സംശയിച്ച് വേറൊരുത്തനെ ഈ പോലീസുകാർ ഇങ്ങനെ പിടിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ അതിലൊരു ലേഡി ഓഫീസർ ഉണ്ട്. അവർക്ക് ആ ഒരു സീരിയൽ കില്ലർ നമ്മുടെ കൂപ്പർ ആരാണെന്ന് അറിയാം. അതുകൊണ്ട് ഇവർക്ക് സംശയം തോന്നുന്ന എല്ലാവരും ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ അയാളല്ലാന്നും പറഞ്ഞിട്ട് ആ ഒരു ലേഡി അയാളെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. അപ്പോൾ നമ്മുടെ കൂപ്പറിന് ഈ ഒരു ലേഡിയുടെ അടുത്ത് നിന്ന് എങ്ങനെ രക്ഷപ്പെടണമല്ലോ. അതുകൊണ്ട് അവരോട് പറയും കുട്ടികളാകുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കും, എന്തായാലും അവർ വളരുമ്പോൾ ഒരു കുഴപ്പമില്ലാതെ ജീവിച്ചോട്ടെ, നമ്മളതിലൊന്ന് തലയിടാതിരുന്നാൽ മതി, നമുക്ക് പിന്നെ കാണാമെന്ന് പറഞ്ഞിട്ട് കൂപ്പർ പെട്ടെന്ന് അവിടെ നിന്ന് നടന്നങ്ങ് പോവാണ്. അങ്ങനെ കൂപ്പർ വീണ്ടും റെയിലിയുടെ അടുത്തേക്ക് വന്ന് നിൽക്കുമ്പോഴത്തേക്കും ഇത്തവണ അവൻ്റെ കയ്യിൽ ആ ഒരു ഫോൺ ഉള്ളതുകൊണ്ട് അതിൻ്റെ ആ ഒരു ഹെഡ്സെറ്റ് വെച്ചിട്ട് ഈ ഒരു പോലീസുകാർ പറയുന്നത് എന്താണെന്ന്, അപ്പോൾ ആ ഒരു ലേഡി ഓഫീസർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അന്വേഷിക്കുന്ന ആ ഒരു കില്ലർ അവനൊരിക്കലും പേടിക്കുന്ന ഒരാളല്ല, അതുകൊണ്ട് അവൻ ഇവിടെ നിന്ന് വെളിയിലേക്ക് പോകാനായിട്ട് എന്തെങ്കിലും ഒരു വഴി അന്വേഷിച്ച് നടക്കുമായിരിക്കും, അത് നമ്മൾ തടയണം എന്നാണ് ഇപ്പോൾ ആ ഒരു ലേഡി പറയുന്നത്. ഇതെല്ലാം കേട്ട് നമ്മുടെ കൂപ്പർ അവിടെ നിന്ന് അടുത്തത് എന്താണ് ചെയ്യാൻ പോണതെന്ന് ആലോചിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഫോണിലൂടെ അടുത്തൊരു നിർദ്ദേശം കൊടുക്കുന്നു എല്ലാവർക്കും. എന്താണെന്ന് വെച്ചാൽ വെളുത്ത മുടി, ഒരു ആഫ്രിക്കൻ അമേരിക്കൻ പൗരൻ, 40 മുതൽ 60 വയസ്സിനുള്ളിൽ പ്രായം ഉണ്ടായിരിക്കും, അവന്റെ കയ്യിലാണെങ്കിൽ ഒരു മുയലിന്റെ ചിഹ്നം പച്ച കുത്തിയിട്ടുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ കൂപ്പർ കയ്യിലേക്ക് നോക്കുമ്പോൾ അവന്റെ കയ്യിൽ ആ ഒരു പച്ച കുത്തിയേക്കാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് താഴെ ഒരു ബാൻഡ് കിടക്കുന്നു. അതെടുത്തിട്ട് കയ്യിലേക്ക് അടിച്ചങ്ങ് വെക്കും. അപ്പോൾ പെട്ടെന്ന് മറ്റാരും ആ ഒരു പച്ച കുത്തിയത് കാണത്തില്ല. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ കൂപ്പർ പെട്ടെന്ന് റെയിലിയോട് പറയും ഓ മോളെ, ഞാൻ എൻ്റെ ക്രെഡിറ്റ് കാർഡ് മറന്നു വെച്ചു, ടീഷർട്ട് എടുക്കാൻ പോയി എടുത്ത് ഞാൻ അവിടെ പോയി എടുത്തിട്ട് വരട്ടെ എന്ന് പറയുമ്പോൾ റെയിലി പറയും അച്ഛൻ വീണ്ടും എന്നെ ഒറ്റയ്ക്കാക്കി പോകാൻ പോകണം. ഇല്ല, ഞാൻ പോയി എടുത്തിട്ട് ഇനി ഒരിക്കലും നിന്നെ ഒറ്റയ്ക്കാകത്തില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് നടന്നിങ്ങനെ പോവാണ്. അവിടെ നിന്ന് തിരിച്ചിങ്ങനെ വരികയാണ്. വേറെ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കുക ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നോക്കി നടന്നു വരുമ്പോഴത്തേക്കും ഈ ഒരു എമർജൻസി അലാറം ഉണ്ടല്ലോ അത് കാണുമ്പോഴത്തേക്കും ഇത് ഓണാക്കി വിട്ടിട്ട് എല്ലാവരെയും പരിഭ്രാന്തരാക്കിയിട്ട് ആ ഒരു ഗ്യാപ്പിൽ രക്ഷപ്പെടാന്ന് പറഞ്ഞ് കൂപ്പർ അതിന് മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് ആ ഒരു FBI ലേഡി ഓഫീസർ ഉണ്ടല്ലോ അവരിപ്പോ ബാക്കി പോലീസുകാരോട് പറയുന്ന ആ ഒരു കാര്യം കേൾക്കുന്നത്. എല്ലാവരും ഇപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കണം, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അവൻ എങ്ങനെയൊക്കെ പ്രവർത്തിക്കുമെന്ന്. ഇപ്പൊ അവന് പുറത്തു കിടക്കാൻ കഴിയത്തില്ല എന്ന് അവന് മനസ്സിലായി. അതുകൊണ്ട് ഒരു പരിഭ്രാന്തി ഉണ്ടാക്കി ഇവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ടായിരിക്കും അവൻ ഇപ്പോൾ ശ്രമിക്കാൻ പോകുന്നത്. അവനിവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടായി കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് കയറിയിട്ടുള്ള 2000 ആളുകളും പരിഭ്രാന്തരായിട്ട് ഓടുമ്പോൾ അതിനിടയിൽ രക്ഷപ്പെടാനായിട്ടായിരിക്കും അവൻ ശ്രമിക്കുന്നത്. ഒരുപക്ഷെ പോലീസിനെ വിളിച്ചിട്ട് ഇവിടെ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് പറയാനോ അല്ലാന്നുണ്ടെങ്കിൽ ഫയർ അലാം അത് ഓണാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യാനായിട്ട് അവനിപ്പോൾ ഉദ്ദേശിക്കുന്നുണ്ടാവും എന്നിങ്ങനെ പറയുന്നത് കേൾക്കുന്നതും അതിനുവേണ്ടിയുള്ള മുൻകരുതലുകൾ ആ ഒരു പോലീസുകാർ എടുത്തിട്ടുണ്ടെന്ന് കൂപ്പറിന് മനസ്സിലായി. അതുകൊണ്ട് ഈ ഒരു കാര്യം ചെയ്തിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ കൂപ്പർ അവിടെ നിന്നും ഇയാൾ കൂടുതലായിട്ട് ഒരു വശത്തേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. അവിടേക്ക് ഇങ്ങനെ നടന്ന് ചെന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെ ഒരു ഫുഡ് കോർട്ടാണ്. ബർഗർ, ഫ്രഞ്ച് ഫ്രൈസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വിൽക്കുന്നത് ഇവിടെ നിന്നാണ്. അപ്പൊ അവിടെ നല്ല തിരക്കുമുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കൂപ്പർ എന്താ ചെയ്യുന്ന വെച്ചാൽ നേരെ ആ ഒരു കിച്ചന്റെ ഭാഗത്തേക്ക് അങ്ങനെ നടന്നു ചെന്നിട്ട് ഒരുപാട് നേരം അവിടെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. നോക്കുമ്പോഴത്തേക്ക് അവിടെ പൊട്ടറ്റോ ഫ്രൈ ചെയ്യാനായിട്ട് എണ്ണ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്.
അതിങ്ങനെ കുറെ നേരം നോക്കി ഏതോ ഒരു ഗ്യാപ്പില് അതിനകത്തേക്ക് വേറെ 2 ഓയിൽ ബോട്ടിലുണ്ട്, അതും എടുത്തിട്ടിട്ട് അവിടെ നിന്നങ്ങ് പോവും. അപ്പൊ അവിടെയുള്ള ജോലിക്കാരി തിരിച്ചു വരുമ്പോഴത്തേക്കും ഈ ഒരു എണ്ണ ചൂടായി കിടക്കുന്നു, അതിനകത്ത് 2 ബോട്ടിലും കിടപ്പുണ്ട്. നോക്കി നിൽക്കുന്നതും അതങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്, അവരുടെ ദേഹത്തേക്കെല്ലാം എണ്ണ വന്ന് വീഴുന്നതും അവരലറി വിളിക്കുന്ന ആ ഒരു ഗ്യാപ്പിൽ പോലീസുകാരെല്ലാം അവിടേക്ക് ഇങ്ങനെ ഓടിച്ചെല്ലുന്നു. ആ ഒരു ഗ്യാപ്പിൽ നമ്മുടെ കൂപ്പർ അവിടെ ജോലി ചെയ്യുന്ന ഒരാളായിട്ട് ആ ഒരു കിച്ചണിൽ യൂസ് ചെയ്യുന്ന തുണിയുണ്ടല്ലോ അതും എടുത്ത് ദേഹത്തേക്ക് കെട്ടി ടെറസിന് മുകളിലേക്ക് ഇങ്ങനെ നടന്നു ചെല്ലാണ്. അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാനായിട്ട് വഴിയുണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി. അവിടേക്ക് ചെല്ലുമ്പോഴത്തേക്കും ആഹാ, അവിടെ 2 പോലീസുകാർ ഇതേ നിൽക്കുന്നു. അതുകൊണ്ട് ആ ഒരു വഴി രക്ഷപ്പെട്ട് പോകാൻ കഴിയത്തില്ല. അപ്പോൾ പോലീസുകാർ ചോദിക്കും, ഏയ് നിങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ കൂപ്പർ പെട്ടെന്ന്, ഓ സോറി സാർ, എനിക്ക് ആകെ വല്ലാണ്ടായിപ്പോയി, എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീക്ക് പൊള്ളലേറ്റു, എനിക്കത് കണ്ടു നിൽക്കാൻ കഴിയത്തില്ല, അതുകൊണ്ട് ഞാൻ ഇത്തിരി കാറ്റ് കൊള്ളാന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് വന്നതാണ് എന്നെല്ലാം പറയുമ്പോൾ ആ ഒരു പോലീസുകാരൻ താഴേക്ക് വിളിച്ച് ചോദിക്കുമ്പോൾ ഓക്കെ അവിടെ അങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു പോലീസുകാരൻ ചോദിക്കും, അല്ല ഞങ്ങൾ നിങ്ങൾക്ക് തന്ന ആ ഒരു കാർഡ് എവിടെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഹീറോ പെടുന്ന ആ ഒരു തുണിയുടെ പോക്കറ്റിലേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു പേഴ്സ് ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് ഒരു കാർഡ് എടുത്തിട്ട് അതിങ്ങനെ കാണിച്ചു കൊടുക്കുന്നതും എന്തായാലും കറക്റ്റ് ആയിട്ടുള്ള കാർഡ് തന്നെയാണ്. എന്തായാലും അവസ്ഥ. അപ്പോഴാണ് ആ ഒരു പോലീസുകാരൻ ചോദിക്കുന്നത്, ശരി ആ ഒരു കോഡ് ഭാഷ പറയാൻ പറയുമ്പോൾ ജാമി പറഞ്ഞ ആ ഒരു കോഡ് ഭാഷ അത് കൂപ്പറിനറിയാലോ. അതിങ്ങനെ പോലീസുകാരോട് പറയുന്നതും അവർക്കിപ്പോ വേറെ സംശയമില്ല. അപ്പോഴേക്കും നമ്മുടെ കൂപ്പർ വെട്ടുന്ന ആ ഒരു പോലീസുകാരനോട് പറയും, സാർ ഈ ഒരു കാര്യം എന്റെ ബോസിനോട് പറയരുത്, പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ശമ്പളമൊന്നും കിട്ടത്തില്ല എന്നെല്ലാം പറഞ്ഞിട്ട് കൂപ്പർ അവിടെ നിന്ന് താഴേക്ക് പോകുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാനായിട്ട് വേറെ വഴിയില്ലാന്ന് അവന് മനസ്സിലായി. അങ്ങനെ അവൻ തിരിച്ചു വരുമ്പോൾ നേരത്തെ പൊള്ളലേറ്റ് ആ ഒരു ലേഡി ഉണ്ടല്ലോ അവരവിടെ കിടന്ന് കരയുന്ന കാണുന്നതും പെട്ടെന്ന് കാണിക്കുമ്പോൾ വീണ്ടും അവരുടെ അടുത്ത് ഏതോ ഒരു സ്ത്രീ നിൽക്കുന്നത് പോലെ കൂപ്പർ ഇങ്ങനെ കാണുകയാണ്. ഈ ഒരു കാര്യം അവന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തോന്നുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോ റെയിലി വന്നിട്ട് അച്ഛൻ എവിടെയാ പോകുന്നേ? അപ്പോഴേക്കും അവന്റെ കാർഡ് എടുത്ത് കാണിച്ചിട്ട് ദേ കിട്ടി, ശരി അച്ഛൻ ഇപ്പൊ ഒരുപാട് നേരമായിട്ട് എന്താ ഭ്രാന്ത് പിടിച്ചതുപോലെ എന്തൊക്കെ കാണിക്കുന്നുണ്ട്, അച്ഛന് വീട്ടിൽ പോകണമെന്നുണ്ടോ? ഇല്ലില്ല അങ്ങനെയൊന്നുമില്ല, ഇനി എന്തായാലും നമുക്ക് ഷോ ആണ്, ഇനി ഞാൻ എവിടെയും പോകത്തില്ല എന്നും പറഞ്ഞ് രണ്ടുപേരും വീണ്ടും ആ ഒരു സ്റ്റേജിന് മുന്നിലേക്ക് ഇങ്ങനെ വരുമ്പോൾ അടുത്തൊരു സോങ് ഇങ്ങനെ തുടങ്ങാൻ പോകണം. അപ്പോഴാണ് റെയിലി പറയുന്നത് ഡ്രീമർ ഗേൾ എന്ന് പറഞ്ഞിട്ടൊരു സോങ് ആണ് അടുത്തത് പാടാൻ പോകുന്നത്. അതിലെ ഓഡിയൻസിൽ നിന്നും ഒരു പെൺകുട്ടി അവർ തിരഞ്ഞെടുക്കും. ഒരുപക്ഷെ അത് ഞാനായിരുന്നെങ്കിൽ എന്നെ തിരഞ്ഞെടുക്കണേന്നെല്ലാം പറഞ്ഞിട്ട് റെയിലി അങ്ങനെ പറയുമ്പോൾ കൂപ്പർ എന്താ ചെയ്യുന്ന വെച്ചാൽ പതിയെ പുറകിലേക്ക് ഇങ്ങനെ നടക്കും. എന്നിട്ട് ഈ സംഘാടകരായിട്ട് നിൽക്കുന്ന ഒരാളുകളുണ്ടല്ലോ അതിലൊരാളുടെ അടുത്തേക്ക് ചെന്നിട്ട്, ഹേയ് ഓക്കെ നിങ്ങൾ ഇതിലുള്ള ഒരാളാണല്ലേ, ശരി എല്ലാ പെൺകുട്ടികളും എല്ലാ കൗമാരക്കാരും അവളെ അത്രയധികം ആരാധിക്കുന്നുണ്ടല്ലേ, എന്തായാലും റേവലായാലും അത്രയും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നെല്ലാം പറയുമ്പോഴത്തേക്കാണ് അവിടെ നിൽക്കുന്ന ഒരാൾ പറയുന്നത്, സത്യത്തില് ഞാൻ അവളുടെ അങ്കിളാണ്, അവളുടെ അമ്മയുടെ സഹോദരൻ, അവളിങ്ങനെല്ലാം ചെയ്യുന്നത് കൊണ്ട് എനിക്കും നല്ല അഭിമാനമുണ്ട് എന്നെല്ലാം പറയുമ്പോൾ കൂപ്പറിന് അതൊരു പോയിന്റ് ആയിട്ട് കൂപ്പർ പെട്ടെന്ന്, എന്റെ പേര് കൂപ്പർ, അതാണ് എന്റെ മകള് റെയിലി, ആ പെൺകുട്ടികളുടെ ഇടയിൽ നല്ല ഭ്രാന്തായിട്ട് നല്ല ആരാധനയോടെ കളിക്കുന്ന ആ ഒരു പെൺകുട്ടിയില്ലേ അതാണ് എന്റെ മകള്, അവൾക്ക് ഇപ്പൊ സുഖം പ്രാപിച്ചതേ ഉള്ളൂ, അവൾക്ക് രക്താർബുദമായിരുന്നു എന്നിങ്ങനെ കള്ളം പറയുമ്പോഴത്തേക്കും അയാൾ പെട്ടെന്ന് കൂപ്പറിനെ നോക്കുമ്പോൾ ഇല്ലല്ല അതൊന്നും കുഴപ്പമില്ല, ഞാൻ വെറുതെ പറഞ്ഞു തന്നുള്ളൂ, ഇപ്പൊ ആ ഒരു അസുഖത്തിൽ നിന്നും അവൾ പൂർണ്ണമായിട്ട് തിരിച്ചു വന്നതേ ഉള്ളൂ, അതുമല്ല റേവനെ അവൾ നല്ലതുപോലെ ആരാധിക്കുന്നുണ്ട്, അവളെ തെരഞ്ഞെടുക്കണമെന്ന് അവൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്നെല്ലാം ഇങ്ങനെ പറയുമ്പോൾ ഇത് കേട്ട അയാൾക്ക് മനസ്സലിഞ്ഞിട്ട്, അല്ലല്ല നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല എന്നെല്ലാം പറയുമ്പോൾ അയാൾ പറയും, അതൊന്നും ഇല്ലാന്നും പറഞ്ഞിട്ട് അയാളുടെ മനസ്സ് പെട്ടെന്ന് അലിയാണ് ഈ ഒരു കാര്യം കേൾക്കുമ്പോഴത്തേക്കും. പക്ഷെ കൂപ്പർ പറഞ്ഞത് കള്ളമാണെന്ന് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ അയാൾ ചോദിക്കും, അല്ല നിങ്ങളുടെ സീറ്റ് നമ്പർ എത്രയാണെന്ന് ചോദിച്ചിട്ട് അയാൾ അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നതും കൂപ്പർ അവിടെ നിന്ന് നേരെ റെയിലിന്റെ അടുത്തേക്ക് പോവാണ്. അതേസമയം ഇതിന്റെ പുറകില് ഈ സെക്യൂരിറ്റിമാരെ നേരത്തെ പറഞ്ഞ ആ ഒരു അടയാളം എല്ലാം വെച്ചിട്ട് അതുപോലെയുള്ള ആളുകൾ ഇവിടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി അവിടെയെല്ലാം നോക്കി ഇങ്ങനെ നടക്കുന്നതും കറക്റ്റ് സമയത്ത് ഈ ഒരു സംഘാടകർ നേരെ നമ്മുടെ റെയിലിയുടെ അടുത്തേക്ക് വന്നിട്ട്, ഡ്രീം ഗേൾ ആയിട്ട് നിങ്ങളെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്, നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ റെയിലി അവളുടെ പേര് പറഞ്ഞിട്ട് അവൾക്ക് സന്തോഷം സഹിക്കാൻ കഴിയുന്നില്ല, എല്ലാവരോടും ഇങ്ങനെ പറയാണ്. അതുകൊണ്ട് തന്നെ കൂപ്പറിനെ റെയിലിനെ വിളിച്ച് നേരെ സ്റ്റേജിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് ഈ ഒരു സെക്യൂരിറ്റിമാർ ഇവിടെ അന്വേഷിക്കുമ്പോൾ നമ്മുടെ കൂപ്പറിനെ എന്തായാലും അവർക്ക് പിടിക്കാൻ കഴിയത്തില്ലല്ലോ. അങ്ങനെ നമ്മുടെ റെയിലി അകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ പോലീസുകാർ ചോദിക്കുന്നുണ്ട് ഇതാരാ, എനിക്ക് ചോദ്യം ചെയ്യണമെന്ന് പറയുമ്പോൾ ആ സംഘാടകർ പറയും ഇല്ലില്ല ഇത് ഞങ്ങളുടെ ആളാണെന്ന് പറഞ്ഞ് റെയിലി ഇതേപോലെ രക്താർബുദത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നൊരു പെൺകുട്ടിയാണെന്നെല്ലാം പറയുമ്പോൾ പോലീസുകാരായാലും ശരി മുകളിലേക്ക് കയറ്റി വിടും. പക്ഷെ അത് കള്ളമാണെന്ന് അവർക്ക് ആർക്കും അറിയത്തില്ല. അങ്ങനെ മുകളിലേക്ക് വരുന്നതും അവിടെയുള്ള ലേഡി പെട്ടെന്ന് ഓക്കെ റേവൻ ഈ ഒരു സോങ് നിർത്തി ഡ്രീം ഗേള് സ്റ്റേജിലേക്ക് വരാൻ പറയുമ്പോൾ നീ അവിടേക്ക് ചെല്ലണം, എന്നിട്ട് നിന്നോട് കുറെ ചോദ്യങ്ങളൊക്കെ ചോദിക്കും, അത് കഴിഞ്ഞ് റേവനുമായിട്ട് ഒരു ഡാൻസ് കളിക്കാം എന്നെല്ലാം റെയിലിയോട് പറയുമ്പോൾ അവൾക്കാണെങ്കിൽ അത്രയും സന്തോഷം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ റെയിലിയെ സ്റ്റേജിലേക്ക് വിളിക്കുന്നതും റെയിലി ആണെങ്കിലും റേവനോട് ചെന്നിട്ട് കുറച്ചു നേരം സംസാരിച്ച് അത് കഴിഞ്ഞിട്ട് ഒരു പാട്ട് പാടുന്നു, കൂടെ ഡാൻസും കളിക്കുകയാണ്. അങ്ങനെ അതൊരുപാട് നേരം ചെയ്തുകൊണ്ടിരിക്കുന്നതും ഈ താഴെ പോലീസുകാരിൽ നിന്ന് കറങ്ങുമ്പോഴത്തേക്കും ഇനിയിപ്പോൾ നമ്മുടെ കൂപ്പറിന് ഇവിടെ നിന്ന് പോയേ പറ്റൂ. അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കാണ് വയ്യാണ്ടായിട്ടുള്ള ഒരു പെൺകുട്ടിയെ ആരോ ഒരാൾ മുകളിലേക്ക് കൊണ്ടിങ്ങനെ നിർത്തിയിട്ടുണ്ട്. അവളാണെങ്കിൽ എവിടെയെ പിടിച്ചിങ്ങനെ നിൽക്കാണ്. ഇത് നമ്മുടെ കൂപ്പർ കണ്ടിട്ട് പതിയെ ആ ഒരു പെൺകുട്ടിയുടെ അടുത്തേക്ക് ചെല്ലുന്നതും അവൾ പെട്ടെന്ന് മയങ്ങി വീഴുന്ന സമയത്ത് കൂപ്പർ അവളെ പൊക്കിയെടുത്ത് നേരെ അകത്ത് ഇങ്ങനെ കൊണ്ടുപോകും. അപ്പൊ നമ്മുടെ റെയിലി അതേപോലെ തന്നെ അകത്ത് 1-2 നേഴ്സുമാരൊക്കെ ഉണ്ട്. അവരെല്ലാം ഈ ഒരു കാര്യം കാണുമ്പോഴത്തേക്കും നമ്മുടെ കൂപ്പർ നല്ല മനുഷ്യനാണെന്നുള്ള രീതിയിൽ അകത്തേക്ക് വരുന്ന ആ ഒരു ലേഡിയോട് അവരിങ്ങനെ പറയണം ആ ഒരു പെൺകുട്ടി അവൻ സഹായിച്ചു എന്നെല്ലാം പറയുമ്പോൾ ആ ഒരു ലേഡി പറയും അങ്ങനെ ചെയ്തല്ലേ,
ഒരുപാട് നന്ദിയുണ്ടെന്നെല്ലാം പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും വെളിയിലേക്ക് കൊണ്ടുവന്ന് ഇപ്പൊ ഇവരോട് പറയും, ഇതാണ് റേവന്റെ അവസാനത്തെ സോങ്, ഇത് നിങ്ങൾക്ക് സ്റ്റേജിന് മുന്നിലേക്ക് പോകണ്ട, ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അങ്ങനെ ഇവർ രണ്ടുപേരും അവിടെ നിന്നിട്ട് ലേഡി റേവൻ ആണെങ്കിലും പതിയെ സ്റ്റേജിന്റെ പുറകിലേക്ക് വരുമ്പോൾ ഇവർ രണ്ടുപേരും പുറകിലേക്ക് വന്നിട്ട് അവരെ ഇങ്ങനെ നോക്കി നിൽക്കാണ്. അതേസമയം അവിടെ ആരോ കാല് തട്ടിങ്ങനെ താഴേക്ക് വീഴുമ്പോൾ റേവൻ ആണെങ്കിൽ അവരെ പെട്ടെന്ന് സഹായിക്കുന്നുണ്ട്. കാരണം ഇത്തിരി നല്ല മനസ്സിന് ഉടമയാണ്. അതേപോലെ തന്നെ അവരെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടതിന് ശേഷം അവൾക്കാണെങ്കിൽ ആസ്മയുണ്ടെന്ന് തോന്നുന്നു, ഒരു ഇൻഹേലറെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ കൂപ്പർ കണ്ടിട്ട് അവൻ അങ്ങനെ അത് ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് അവൾ വീണ്ടും പാടാനായിട്ട് ചെല്ലുമ്പോൾ ഇതിപ്പോ അവസാനത്തെ സോങ് ആണ്, ഇതുകൂടി കഴിഞ്ഞാൽ ഈ ഒരു ഷോ ഇവിടെ വെച്ച് അവസാനിക്കും. അപ്പോൾ നമ്മുടെ കൂപ്പർ അടുത്തുള്ള ഒരു ലേഡിയോട് പറയുന്നുണ്ട്, ഈ ഒരു സോങ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ ബാക്ക് സ്റ്റേജിലൂടെ പുറകിലേക്ക് കൊണ്ടുപോകാൻ കഴിയൂ, എന്റെ കാർ അവിടെ കിടക്കാണെന്ന് പറയുമ്പോൾ ആ ഒരു ലേഡി പറയും, ആ കുഴപ്പമില്ല കൊണ്ടുപോകാലോ. അങ്ങനെ ആ ഒരു ഷോ കഴിഞ്ഞിട്ട് ഇപ്പോ നമ്മുടെ കൂപ്പറും റെയിലിയും ഈ സ്റ്റേജിന് പുറകിലായിട്ടുള്ള റൂമുണ്ട്, അതിനകത്ത് തന്നെ നിൽക്കാണ്. ഇവരെ വെളിയിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ ഇവർ രണ്ടുപേരും നിൽക്കുന്ന സമയത്താണ് ഫേമസ് ആയിട്ടുള്ള പാട്ടുകാരെല്ലാം നടന്നു പോകുന്നുണ്ട്. അതേസമയം ആ ഒരു ലേഡി ഓഫീസർ അവരിപ്പോ എല്ലാ പോലീസുകാരോടും പറയാണ്, ഷോ കഴിഞ്ഞു, അതുകൊണ്ട് നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ പുരുഷന്മാരെയും നമ്മൾ വെച്ചിരിക്കുന്ന ആ ഒരു വഴിയിലൂടെ വേണം വെളിയിലേക്ക് വിടാനായിട്ട്. എല്ലാവരെയും ചോദ്യം ചെയ്ത് മാത്രമേ നമ്മൾ പുറത്തേക്ക് പറഞ്ഞു വിടുന്നുള്ളൂ. അതുകൊണ്ട് അടുത്ത 20 മിനിറ്റിനുള്ളിൽ ബുട്ചറിനെ നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്, എല്ലാവരും അലർട്ടായിട്ടിരിക്കണം എന്നെല്ലാം പറയുമ്പോൾ ഈ ഒരു കാര്യമെല്ലാം നമ്മുടെ കൂപ്പർ കേട്ടിട്ട് ഇനി എന്ത് ചെയ്യുന്ന ആലോചന നിൽക്കുമ്പോൾ ഇവരെ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ആ ഒരു ലേഡി അവിടേക്ക് വന്ന് ഇവരോട് പറയും, ശരി ബാ നിങ്ങളെ വെളിയിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് ആ ഒരു വഴിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ പോലീസുകാർ നിൽപ്പുണ്ട്. അപ്പോൾ അവർ പറയും, ഇത് ചില സെക്യൂരിറ്റി പരിശോധനയ്ക്ക് വേണ്ടി മാത്രമാണ്, നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും, അതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെളിയിലേക്ക് പോവാം എന്നെല്ലാം പറഞ്ഞ് അവർ പറയും. ദേ വരുന്നെന്ന് പറഞ്ഞ് മറ്റൊരു വശത്തേക്ക് പോകുമ്പോൾ നമ്മുടെ കൂപ്പറിന് ഇനിയിപ്പോൾ എങ്ങനെ രക്ഷപ്പെടണമെന്ന് അറിയത്തില്ല. അവിടെ എങ്ങനെ നിൽക്കുന്ന സമയത്താണ് ലേഡി റേവൻ ഉണ്ടല്ലോ, അവർ പെടുന്ന ആ ഒരു ലേഡി ഓഫീസറുള്ള ആ ഒരു മുറിയിലേക്ക് ചെന്നിട്ട് അവരോട് ചോദിക്കും, ഇതുവരെയെങ്കിലും അവനെ കണ്ടുപിടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, ഇതുവരെയും കഴിഞ്ഞിട്ടില്ല, മൊത്തത്തിൽ ഇവിടെ 3000 പുരുഷന്മാരുണ്ട്, അവരുടെ ഇടയിൽ കിടന്നിട്ട് അവൻ നല്ലതുപോലെ കളിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളെ കളിപ്പിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ എല്ലാവരെയും നമ്മൾ ചോദ്യം ചെയ്യാൻ പോണ്, അവരുടെ എല്ലാ ഡേറ്റയും ഫോട്ടോസും ഞങ്ങൾ എടുത്തു വെക്കും, അവനെ എന്തായാലും നമ്മൾ പിടിച്ചിരിക്കും. അപ്പൊ ഇതും കൂടി ആവുന്നത് കൂപ്പറിന് ഒരു വഴി കണ്ടുപിടിച്ചേ പറ്റൂ, ഇല്ലാന്നുണ്ടെങ്കിൽ അവനെ എന്തായാലും പിടിക്കും. അങ്ങനെ അതും ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കാണ് റേവൻ പതിയെ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് റെയിലിനെ കാണുമ്പോൾ, നീ ഇവിടെ ഉണ്ടോ, നല്ലതായിരുന്നു എന്നെല്ലാം പറഞ്ഞ് റെയിലിന്റെ അടുത്ത് വന്ന് എന്നെ സംസാരിക്കുമ്പോൾ കൂപ്പർ പെട്ടെന്ന് റേവന്റെ ചെവിയിലേക്ക് വന്നിട്ടാണ്, അല്ല എന്റെ മകളുടെ അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ, അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഒന്ന് ഒറ്റയ്ക്ക് സംസാരിക്കാൻ കഴിയോ, കുറച്ചു നേരത്തേക്ക് മാത്രം എന്നിങ്ങനെ പറയുന്നതും റേവൻ പറയും, ഓക്കെ ശരി സംസാരിക്കാന്ന് പറഞ്ഞിട്ട് അവളുടെ റൂമിലുള്ള എല്ലാവരെയും വെളിയിലേക്ക് ഇറക്കി അങ്ങനെ അകത്തേക്ക് കൊണ്ടുപോയിട്ട് ആ പറയൂ എന്നിങ്ങനെ പറയുമ്പോൾ കൂപ്പർ പെട്ടെന്ന്, അല്ല നിങ്ങൾ എല്ലാവരും ഇവിടെ അന്വേഷിക്കുന്ന ആ ഒരാളില്ലേ, അത് ഞാനാണ്. അപ്പൊ റേവന് പെട്ടെന്ന്, അല്ല നിങ്ങൾ എന്താ ഈ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ അത് തന്നെ ഇപ്പൊ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് അവന്റെ ഫോൺ എടുത്ത് അവൻ ഇപ്പൊ പിടിച്ചു വെച്ചിരിക്കുന്ന ഒരുത്തനുണ്ടല്ലോ ആ ഒരു കാര്യം റേവൻ ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ടാണ് പറയുന്നത്, ദേ ഇപ്പൊ മനസ്സിലായില്ലേ, നിങ്ങളെല്ലാം അന്വേഷിക്കുന്ന ആ ഒരു സീരിയൽ കില്ലർ ബുട്ചർ, അത് ഞാൻ തന്നെയാണ്. ഇപ്പൊ നീ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാല് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ എന്റെ മകളെയും കൂടി നിങ്ങളുടെ കാറിൽ കയറ്റി ഒരു റൈഡ് കൊണ്ടുപോകുന്നുള്ള രീതിയിൽ ഞങ്ങളെയും വെളിയിലേക്ക് കൊണ്ടുപോകണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേ അവന്റെ പുറകിലുള്ളത് മാരകമായിട്ടുള്ള ഒരു ഗ്യാസ് ആണ്, അത് തുറന്നു വിട്ടു കഴിഞ്ഞാല് അവൻ എന്തായാലും ശ്വാസം കിട്ടാതെ മരിക്കും. അപ്പോൾ ഒരാൾ ശ്വാസം മുട്ടി മരിക്കുന്നത് എങ്ങനെയാണെന്ന് നിനക്ക് നല്ലതുപോലെ അറിയാൻ കഴിയും. അതുകൊണ്ട് ഒരാളെ കൊല്ലണോ അതോ എന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തണോ, അത് നീയാണ് തീരുമാനിക്കേണ്ടത് എന്നിങ്ങനെ പറയുന്നതും നമ്മുടെ റേവനി ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയായിപ്പോയി. കാരണം ഇവരെല്ലാവരും ഈ ഒരു പ്രോഗ്രാം ചെയ്യാൻ തന്നെ കാരണം കൂപ്പറിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതും ഇത്രയും വലിയൊരു സീരിയൽ കില്ലർ അവളുടെ മുന്നിൽ നിൽക്കുമ്പോൾ അവളുടെ അവസ്ഥ എന്തായിരിക്കും. അതുപോലെ ആ ഒരു റൂമിന്റെ മൊത്തം കൺട്രോളും കൂപ്പർ അവന്റെ ഫോണിലാണ് കൺട്രോൾ ചെയ്ത് വെച്ചേക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് നീ തന്നെ തീരുമാനിക്കാൻ പറയുമ്പോൾ റേവന് വേറെ വഴിയില്ല. ഇവിടെ വെളിയിൽ കാണിക്കുമ്പോഴത്തേക്കും എല്ലാ പോലീസുകാരും ഓരോരുത്തരെയായിട്ട് ചോദ്യം ചെയ്ത് പതിയാണ് വെളിയിലേക്ക് ഇറക്കുന്നത്. അതേസമയം നമ്മുടെ കൂപ്പറിനെ റെയിലിനെയും റേവന്റെ കാറിലേക്ക് കയറ്റിയിട്ട് ഈ സ്റ്റേജിന്റെ പുറകുവശത്തോടെ ഇങ്ങനെ പോവുകയും ചെയ്യുന്നു. ഒരു കുഴപ്പമില്ല, ഈ ഒരു സെക്യൂരിറ്റികൾ ആരും അവരെ തടയത്തുമില്ല. അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ കൂപ്പർ വെളിയിലേക്ക് ഇങ്ങനെ പോവാണ്. അങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും കൂപ്പർ പറയുന്നുണ്ട്, ഞങ്ങളുടെ വണ്ടി ഇവിടെ അടുത്ത് കിടപ്പുണ്ട്, ഞങ്ങൾ ഇവിടെ ഇറക്കിയാൽ മതി എന്ന് പറയുമ്പോൾ റേവനായാലും ഈ ഒരു സീരിയൽ കില്ലറിനെ പിടിക്കാൻ വേണ്ടി ഇത്രയും കാര്യം ചെയ്തിട്ട് കൺമുന്നിൽ വെച്ച് ഇവർ രക്ഷപ്പെട്ടു പോകുന്നത് കണ്ടു നിൽക്കാനായിട്ട് അവളെ കൊണ്ട് കഴിയത്തില്ല. അതുകൊണ്ട് റേവൻ പെട്ടെന്ന് റെയിലിയോട് പറയും, എനിക്ക് നിന്റെ വീട്ടിലേക്ക് വരണമെന്നുണ്ട് എന്നിങ്ങനെ പറയുന്നതും റെയിലിക്ക് അത് കേൾക്കുമ്പോഴത്തേക്കും വളരെ സന്തോഷമായി. അപ്പോൾ റെയിലി എന്തായാലും കൂപ്പർ എതിർക്കത്തില്ല എന്നറിയാം. അപ്പോൾ അഡ്രസ്സ് പറയാൻ പറയുമ്പോൾ നമ്മുടെ കൂപ്പർ വേറെ വഴിയില്ലാതെ അവരുടെ വീടിന്റെ അഡ്രസ്സും പറഞ്ഞു കൊടുക്കുന്നു. അപ്പോഴേക്ക് റേവൻ പറയും, ശരി നേരെ അവരുടെ വീട്ടിലേക്ക് വണ്ടി വിടാൻ പറയുമ്പോൾ കൂപ്പർ ഫോൺ എടുത്ത് ഇങ്ങനെ കയ്യിൽ വെച്ച് കാണിക്കുന്നുണ്ട്. പക്ഷേ റേവൻ അതൊന്നും മൈൻഡ് ആകത്തില്ല. അങ്ങനെ ഇവരെല്ലാവരും അവസാനം റെയിലിയുടെ വീട്ടിലേക്ക് വരുന്നതും റെയിലി അവിടെ ഡ്രോപ്പ് ചെയ്യാതെ റേവൻ പെട്ടെന്ന് കാറിൽ നിന്നിറങ്ങി ഇവരുടെ ഫാമിലിയെ പരിചയപ്പെടാനായിട്ട് വരികയാണ്. അപ്പോഴാണ് കാണിക്കുമ്പോൾ കൂപ്പറിന് ഒരു ഭാര്യ, അതേപോലെ തന്നെ ഒരു മകൻ, പിന്നെ റെയിലി. അപ്പൊ ഇത്രയും നല്ലൊരു ഫാമിലി ഉള്ള ഒരുത്തനാണ് ഇതുപോലൊരു സീരിയൽ കില്ലർ. അങ്ങനെ ആ ഒരു ഫാമിലിയെ മൊത്തത്തിൽ റേവൻ പരിചയപ്പെട്ടിട്ട് റേവൻ പെട്ടെന്ന് അവരോട് ചോദിക്കും, റെയിലി നിന്റെ മുറി ഞാനൊന്ന് കണ്ടോട്ടെ എന്ന് ചോദിക്കുമ്പോൾ റെയിലിക്ക് സന്തോഷമായിട്ട് പെട്ടെന്ന് റേവനെ അകത്തേക്ക് കൊണ്ടുപോവാണ്.
അങ്ങനെ അകത്തുനിന്ന് നിൽക്കുമ്പോൾ നമ്മുടെ റെയിലി ആണെങ്കിലും റൂമെല്ലാം വൃത്തിയാക്കാനായിട്ട് അകത്തേക്ക് ഓടി പോകുന്നു. റെയിലിയുടെ അമ്മയാണെങ്കിലോ റേവനോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ റേവൻ ആ ഒരു മുറിയെല്ലാം കണ്ടു നിൽക്കുന്ന സമയത്ത് കൂപ്പർ പുറകിലൂടെ വന്ന് റേവന്റെ ചെവിയിൽ ഇങ്ങനെ പറയാണ്, എന്നെപ്പറ്റി എന്തെങ്കിലും എന്റെ ഫാമിലിയോട് പറഞ്ഞു കഴിഞ്ഞാല് സ്പെൻസർ ആ ഒരു പയ്യനെ നിനക്ക് അറിയാലോ റൂമിൽ കിടക്കുന്ന, അവനെ ഞാൻ എന്തായാലും കൊല്ലും, അതുകൊണ്ട് അബദ്ധം ഒന്നും കാണിക്കാൻ നിൽക്കരുത് എന്നെല്ലാം പറഞ്ഞ് അത് കഴിഞ്ഞ് നമ്മുടെ റേവന് ഒരു ഫുഡെല്ലാം ഇങ്ങനെ കൊടുക്കാണ്. അപ്പൊ റേവൻ കൂപ്പറിന്റെ ഭാര്യയോട് പറയും, നിങ്ങളുടെ നെക്ലസ് ഉള്ളതെന്ന് പറയുമ്പോൾ ഓ അതെനിക്ക് കൂപ്പർ വാങ്ങി തന്നതാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം സംസാരിച്ച് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ റേവൻ പെട്ടെന്ന് കൂപ്പറിന്റെ ഭാര്യയോട്, അവളുടെ പേര് റേച്ചൽ എന്നാണ്, റേച്ചലിനോട് ചോദിക്കും, അല്ല ഈ ഒരു ബുട്ചർ ആരാണെന്ന് നിങ്ങൾക്ക് അറിയോ എന്ന് എന്നെ ചോദിക്കുമ്പോൾ റേച്ചൽ പറയും, ആ ടി വിയിലെല്ലാം കേട്ടിട്ടുണ്ട് ഒരുപാട് പേരെ കൊല്ലുന്ന ഒരു സീരിയൽ കില്ലർ എന്ന് പറഞ്ഞിട്ട്, പക്ഷെ ആരാണെന്ന് അറിയത്തില്ല. അപ്പോഴേക്കാണ് റേവൻ പറയുന്നത്, ഓ 2 ആഴ്ചയ്ക്ക് മുന്നേ FBI-യും പോലീസും എൻ്റെ അടുത്ത് വന്നിരുന്നു ഒരു ഷോ നടത്താനായിട്ട് ആവശ്യപ്പെട്ട്. എന്തുകൊണ്ടാണെന്നറിയോ? ആ ബുട്ചറിനെ പിടിക്കാൻ വേണ്ടി. കാരണം അവന്റെ ഫേക്ക് ആയിട്ടുള്ള ഒരു അഡ്രസ്സ് അവർ കണ്ടുപിടിച്ചിരുന്നു. ആ ഒരു അഡ്രസ്സിൽ നിന്നും അവൻ 2 ടിക്കറ്റ് ബുക്ക് ചെയ്തു എന്നും അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതനുസരിച്ചാണ് അവർ എന്നെ കാണാനായിട്ട് വന്നത്. അപ്പോൾ റേച്ചൽ ചോദിക്കും, ശരി നിങ്ങൾ അവനെ പിടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല പിടിച്ചിട്ടില്ല, പക്ഷെ അവനെ പറ്റിയുള്ള കുറച്ച് സൂചനകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. 30 മുതൽ 40 വയസ്സിനകത്തായിരിക്കും അവന്റെ പ്രായം, നല്ല ഉയരമുള്ള ആള്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. അതുമല്ലാതെ അവനൊരു കറുത്ത കാറാണ് ഓടിക്കുന്നത്. അപ്പോൾ കൂപ്പർ പറയും, ഹേയ് അവർ നല്ലതുപോലെ കണ്ടുപിടിച്ചില്ല അവനെ പറ്റി, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയെന്ന് തോന്നുന്നു. അപ്പോഴേക്ക് റേവൻ പറയും, അതെ അവന്റെ കുട്ടിക്കാലത്ത് അവന്റെ അമ്മയാണെന്ന് തോന്നുന്നു അവൻ അങ്ങനെ ഒരു വ്യക്തിയാണെന്ന് കണ്ടുപിടിച്ചത് എന്നിങ്ങനെ അവന്റെ അമ്മയെ പറ്റി പറയുമ്പോൾ നമ്മുടെ കൂപ്പർ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് പെട്ടെന്ന് എഴുന്നേറ്റിട്ട്, ഓക്കെ ശരി നിങ്ങൾക്ക് പോകാൻ സമയമാണെന്ന് തോന്നുന്നു, അതുമല്ല ഷോ എല്ലാം കഴിഞ്ഞതല്ലേ, നിങ്ങൾ വളരെ ക്ഷീണിതനായിരിക്കും, പെട്ടെന്ന് പോകേണ്ടതെല്ലാം ചോദിക്കുമ്പോൾ റേവൻ ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴും നോക്കുമ്പോഴത്തേക്കാണ് അവിടെ ഒരു പിയാനോ ഇരിക്കുന്നു. അപ്പോൾ റേവൻ പറയും, ശരി ഞാനതൊന്ന് പ്ലേ ചെയ്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ റെയിലിക്ക് വീണ്ടും സന്തോഷമായിട്ട് ആ ചെയ്തോന്ന് പറയുമ്പോൾ റേവൻ പതിയെ അതിനടുത്തേക്ക് നടന്നു ചെന്ന് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അത് വായിക്കാൻ വേണ്ടി. അപ്പോഴും നമ്മുടെ കൂപ്പർ പുറകെ വന്നിട്ട് ആ ഒരു ഫോൺ എടുത്ത് ഇങ്ങനെ കാണിക്കുന്നുണ്ട് അവളെ. അത് കാണുന്നത് നമ്മുടെ റേവൻ പെട്ടെന്ന് റെയിലിയെ അടുത്തേക്ക് വിളിക്കും. റെയിലി നീ എൻ്റെ അടുത്ത് വന്നിരിക്കാൻ പറയുമ്പോൾ കൂപ്പറിന് ഇപ്പോൾ ആ ഒരു ഫോൺ കാണിച്ചൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അങ്ങനെ റെയിലി അടുത്തേക്ക് വന്നിരിക്കുന്ന അതേ സമയം റെയിലിയുടെ ഫോൺ എടുത്ത് റേവൻ പെട്ടെന്ന് പോക്കറ്റിലേക്ക് വെക്കുകയാണ്. അങ്ങനെ ആ ഒരു പിയാനോ വായിച്ചിട്ട് കുറച്ചു നേരം പാട്ടെല്ലാം പാടി. അത് കഴിഞ്ഞ് റേവൻ പറയും, ശരി നമുക്ക് സെൽഫി എടുത്താലോ എന്ന് ചോദിക്കുമ്പോൾ റെയിലി പെട്ടെന്ന് അവളുടെ ഫോൺ ഇങ്ങനെ നോക്കുന്ന സമയത്ത് കൂപ്പർ കയ്യിൽ ആ ഒരു ഫോൺ വെച്ചോണ്ടിരിക്കുകയല്ലേ. അപ്പോൾ റേവൻ പെട്ടെന്ന് അതെ നിന്റെ അച്ഛൻ്റെ ഫോൺ എടുക്കാമെന്ന് പറഞ്ഞ് നമ്മുടെ കൂപ്പറിന്റെ ഫോൺ അങ്ങ് പിടിച്ചു വാങ്ങിയിട്ട് ഇവർ സെൽഫി എടുക്കുകയാണ്. അപ്പോൾ കൂപ്പറാണെങ്കിൽ ദേഷ്യപ്പെട്ട് പ്ലീസ് എൻ്റെ ഫോൺ തിരിച്ചു തരൂ എന്നിങ്ങനെ ചോദിക്കുന്നതും റേവൻ പതിയെ അവിടെ നിന്ന് എഴുന്നേറ്റ് ശരി ഞാനൊന്ന് ബാത്റൂമിൽ പോയിട്ട് വരാം എന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് ബാത്റൂമിനകത്തേക്ക് കയറി ഡോർ അങ്ങ് അടയ്ക്കുകയാണ്. അപ്പോഴേക്കും കൂപ്പറാണെങ്കിലോ പുറകെ വന്നിട്ട് ഹേയ് ഡോർ ഓർക്ക് എൻ്റെ ഫോൺ അങ്ങ് തരാൻ പറയുമ്പോൾ റെയിലി അവന്റെ ഭാര്യയെ ചോദിക്കുന്നുണ്ട്, അല്ല എന്തു പറ്റി ഫോൺ അവർ തരും, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നതെല്ലാം ചോദിക്കുമ്പോൾ കൂപ്പറിനല്ലേ അറിയത്തുള്ളൂ അവന്റെ ഫോണിലാണ് എല്ലാം ഉള്ളതെന്ന്. അങ്ങനെ റെയിലി ആണെങ്കിൽ അകത്തേക്ക് വന്നിട്ട് ആ ഒരു ഫോൺ ഓൺ ആക്കുന്നതും അവൻ പിടിച്ചു വെച്ചിരിക്കുന്ന സ്പെൻസർ എന്ന് പറഞ്ഞാൽ ഒരു പയ്യനെ കാണാൻ കഴിയും. അപ്പോൾ ആ ഒരു പയ്യനായാലും അവിടെയുള്ള സ്ക്രീനിലൂടെ നമ്മുടെ റേവനെയും കാണാൻ കഴിയും. അപ്പോൾ റേവൻ പെട്ടെന്ന് ചോദിക്കും, ഹേയ് നിങ്ങളിപ്പോൾ എവിടെയാ, നിങ്ങളുടെ പേര് സ്പെൻസർ എന്നാണോ? ശരി നിങ്ങൾക്ക് രക്ഷപ്പെടാനായിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ? ഞാനിപ്പോൾ അവന്റെ വീട്ടിലാണ്, നിങ്ങൾക്ക് ഓർമ്മയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സമയമില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഓർമ്മയുള്ള എന്ത് കാര്യമാണെങ്കിലും അതിനോട് പറയാൻ പറയുമ്പോൾ ആ ഒരു പയ്യനായാലും അവനെ തട്ടിക്കൊണ്ടു പോകുന്ന സമയത്ത് അവൻ കണ്ട കാര്യങ്ങളെല്ലാം റേവനോട് ഇങ്ങനെ പറയാണ്. ഒരു സിംഹത്തിന്റെ പ്രതിമ ഉണ്ടെന്നും അതേപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതേസമയം കൂപ്പർ ആണെങ്കിൽ ഈ ഡോർ തുറക്കാൻ വേണ്ടി ഒരുപാട് നേരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. റേവൻ ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം കേട്ടിട്ട് ശരി നിങ്ങളെ രക്ഷപ്പെടുത്താനായിട്ട് എത്രയും പെട്ടെന്ന് ഞാൻ അവിടേക്ക് വരുന്നതായിരിക്കും, അല്ലെങ്കിൽ ഞാൻ പോലീസിൽ ഈ ഒരു വിവരം അറിയിക്കാം. റേവൻ പെട്ടെന്ന് അവളുടെ ഫോൺ എടുത്ത് അതിലിപ്പോൾ ലൈവ് പോവാണ്. എന്നിട്ട് അതിൽ ഈ സ്പെൻസർ എന്ന് പറഞ്ഞ ഒരു പയ്യൻ അവൻ പറഞ്ഞ ആ ഒരു അടയാളങ്ങളുണ്ടല്ലോ അതെല്ലാം ഈ ഒരു ലൈവിലൂടെ എല്ലാവരോടും പറഞ്ഞിട്ട് ഇതുപോലെ ഒരു പയ്യനെ ആ ഒരു ബുഡ്ജർ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്, നിങ്ങളെ കൊണ്ട് കഴിയുമെങ്കിൽ ആ ഒരു സ്ഥലം കണ്ടുപിടിക്കാൻ ശ്രമിക്കുക എന്നും പറഞ്ഞിട്ട് ആ ഒരു ലൈവ് ഇങ്ങനെ പോകുന്നു. വെളിയിലാണെങ്കിലോ നമ്മുടെ കൂപ്പർ ഡോർ തുറക്കാൻ പറഞ്ഞിട്ട് ബഹളം വെക്കുകയാണ്. അത് കഴിഞ്ഞ് ഇവള് പോലീസിന് ഒരു മെസ്സേജ് അയച്ചു കൊടുക്കും. എന്നിട്ട് റേവൻ പെട്ടെന്ന് ആ ഒരു ഡോറിനടുത്തേക്ക് വന്നിട്ടാണ് വെളിയിൽ നിൽക്കുന്ന റേച്ചലിനോടും റെയിലിയോടും ഒരു കാര്യം പറയുന്നത്. റെയിലി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളുടെ ഭർത്താവാണ് ആ ഒരു ബുഡ്ജർ, അതുകൊണ്ട് ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് വെളിയിലേക്ക് പോകണമെന്ന് ഇങ്ങനെ പറയുന്നതും വെളിയിൽ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. നമ്മുടെ കൂപ്പർ ഇവരെ 3 പേരെ മുകളിലത്തെ ആ ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി അടച്ചിടുകയാണ്. അത് കഴിഞ്ഞ് ഈ ഒരു ഡോർ തുറക്കുന്നതും റേവൻ ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോൾ കൂപ്പർ അകത്തേക്ക് വന്നിട്ട് നീ ആരോടാ സംസാരിച്ചേ, എന്താ ചെയ്തതെന്നെല്ലാം ചോദിക്കുമ്പോൾ റേവൻ അങ്ങനെ മിണ്ടാതെ നിൽക്കുന്നതും ശരി ബാ നിന്നെ ഞാനിപ്പോൾ വെളിയിലേക്ക് കൊണ്ടുപോവാണ് എന്നും പറഞ്ഞ് അവളുടെ തോളിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് പാതിയെ റേവനെയും കൊണ്ട് നേരെ വെളിയിലേക്ക് വരും. എന്നിട്ട് അവിടെ ഒരു കാറിനകത്തേക്ക് അവളെ കയറ്റിയിരുത്തി അവളെയും കൊണ്ട് ഇപ്പോൾ ഇവിടെ നിന്ന് പോകാൻ പോവാണ്. അങ്ങനെ കൂപ്പറാണെങ്കിൽ കാറിനകത്തേക്ക് കയറിയിട്ട് ആ ഒരു ഗ്യാരേജിന്റെ ഡോർ അങ്ങനെ ഓപ്പൺ ചെയ്യുന്നതും മുന്നിൽ റേച്ചല്, റെയിലി പിന്നെ അവളുടെ അനിയൻ ഇവർ 3 പേരും ഇങ്ങനെ നിൽക്കുന്നു. ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ കൂപ്പറിന് എന്ത് ചെയ്യണം നിർത്തില്ല, കാരണം ഇപ്പോൾ അവർ സത്യങ്ങളൊക്കെ മനസ്സിലാക്കി നിൽക്കുകയാണെന്ന് തോന്നുന്നു. ഇവരെങ്ങനെ മുകളിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് ആലോചിക്കുമ്പോഴത്തേക്കാണ് ഇവരെ പൂട്ടിയിട്ട് ആ ഒരു റൂമിനടുത്ത് ഒരു വലിയ മരം ഉണ്ടായിരുന്നു, അതുവഴിയാണ് ഇവർ 3 പേര് താഴേക്ക് ഇറങ്ങിയത്. ഇത് കാണുന്നത് നമ്മുടെ
റേവനും പതിയെ ഡോർ തുറന്നിട്ട് വെളിയിലേക്ക് അങ്ങനെ ഇറങ്ങുന്നതും കൂപ്പർ ഒന്നും ചെയ്തില്ല. കാരണം അവന്റെ ഫാമിലിയുടെ മുന്നിൽ അവനൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അങ്ങനെ റേവൻ വന്ന് അവിടേക്ക് നിന്നിട്ട് ഇവരെ മൂന്നുപേരെ കൊണ്ട് പുറകിലേക്ക് പോകുമ്പോൾ അതിന് മുന്നേ തന്നെ അവിടേക്ക് പോലീസും വരുന്നു. അപ്പോഴേക്കും കൂപ്പർ പെട്ടെന്ന് അവന്റെ ഫാമിലിയോട് സാധാരണ അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മുടങ്ങാതെ തന്നെ ചെയ്യണമെന്നെല്ലാം പറഞ്ഞിട്ട് അവൻ ആ ഒരു ഭാഗം അങ്ങ് മൂടുന്നതും ഇവർ മൂന്നുപേരും പേടിച്ച് വരുമ്പോൾ പോലീസ് അവിടേക്ക് വന്നിട്ട് ഇപ്പോൾ കൂപ്പറിനെ അന്വേഷിക്കുകയാണ്. അങ്ങനെ എല്ലാ പോലീസുകാരും വീടിന് ചുറ്റും വളഞ്ഞിട്ട് അവനിപ്പോൾ കൊല്ലാൻ കഴിയത്തില്ല, അതുകൊണ്ട് അവനെ ജീവനോടെ പിടിക്കണം. അങ്ങനെ എല്ലാവരും ഡോറെല്ലാം അടച്ചിട്ട് അകത്തേക്ക് കയറി പോകുന്നതും കൂപ്പറിന്റെ ഫാമിലിയെ പോലീസുകാർ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോയി. അതേസമയം റേവൻ ഉണ്ടല്ലോ, അവള് പതിയെ അവളുടെ കാറിലേക്ക് കയറിയിരുന്ന് പോകാനായിട്ട് വരുമ്പോഴത്തേക്കും വേറൊരു പോലീസുകാരൻ വന്ന് റേവന്റെ ഡ്രൈവറോട് പറയും, ശരി സാർ, ഇത്രയും നേരം കൂടെ നിന്നതിന് നന്ദി, ഞാൻ അവളെ വീട്ടിലേക്ക് സുരക്ഷിതമായിട്ട് കൊണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു കാറും എടുത്ത് അവിടെ നിന്ന് പോവാണ്. അതേസമയം പോലീസുകാരെല്ലാം അകത്തേക്ക് കയറി അവിടെ എല്ലാം നോക്കുമ്പോഴത്തേക്കും അവിടെ ബാത്റൂമിന്റെ ഭാഗത്ത് ഒരു അണ്ടർഗ്രൗണ്ട് വഴിയുണ്ടെന്നും പറഞ്ഞ് ഇവരോട് ഇങ്ങനെ വിളിച്ച് പറയുന്നതും കൂപ്പർ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോയി. അതേസമയം റേവനെ വീട്ടിലേക്ക് കൊണ്ടുപോയില്ലേ, പോകുന്ന വഴിക്ക് അവളുടെ വണ്ടി അവിടെ നിർത്തിയിട്ട് ആ ഒരു പോലീസുകാരൻ പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി, മേഡം നമുക്കൊരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് ഡോർ തുറക്കുന്നതും അത് വേറെ ആരുമല്ല, കൂപ്പറായിരുന്നു. അവൻ ആ ഒരു പോലീസുകാരന്റെ വേഷം ഇട്ടിട്ട് നമ്മുടെ റേവന്റെ കാർ ഓടിച്ചത് അവനായിരുന്നു. എന്നിട്ട് അവന്റെ കയ്യിലുള്ള ഒരു വിലങ്ങെടുത്ത് നമ്മുടെ റേവന്റെ കയ്യിലേക്കിട്ട് ഡോറെല്ലാം നല്ലതുപോലെ അടച്ച് അവളെയും കൊണ്ട് വീണ്ടും അവിടെ നിന്ന് ഇങ്ങനെ പോവാണ്. അങ്ങനെ പോകുന്ന വഴിക്കാണ് ഇപ്പോൾ സിറ്റിയിലേക്ക് എത്തി. അത് കഴിഞ്ഞ് ഇവരൊരു ട്രാഫിക് സിഗ്നലിൽ നിൽക്കുമ്പോൾ ചുറ്റിനും നല്ല രീതിയിൽ ആളുകളുണ്ട്. അപ്പോൾ റേവനെ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും അവരെല്ലാവരും അടുത്തേക്ക് വരുമെന്ന് അവൾക്കറിയാം. അതുകൊണ്ട് ഇവൾക്ക് എങ്ങനെയെങ്കിലും അവരെ വിളിക്കണം. റേവൻ നോക്കുമ്പോൾ അവളുടെ കയ്യിൽ ആ ഒരു വിലം കിട്ടതുകൊണ്ട് അവൾക്ക് കൈ എത്തി ഡോറിന്റെ ഗ്ലാസ് തുറക്കാനായിട്ട് കഴിയത്തില്ല. അങ്ങനെ റേവനാണെങ്കിലും പതിയെ കയ്യെത്തി ആ ഒരു ഗ്ലാസ് പതിയെ ഇങ്ങനെ താഴ്ത്തുന്നതും ആളുകളെല്ലാം റേവനെ കണ്ടിട്ട് ഫോട്ടോസ് എടുക്കാനായിട്ടെല്ലാം അടുത്തേക്ക് വരികയാണ്. ഇത് കണ്ട കൂപ്പർ വീണ്ടും ഗ്ലാസ് മുകളിലേക്ക് ആക്കുമ്പോൾ അതിന് മുന്നേ തന്നെ റേവൻ പറയുന്നുണ്ട് പ്ലീസ് ഹെൽപ്പ് എന്ന് പറയുമ്പോൾ അതിലൊന്ന് രണ്ടുപേരും ആ ഒരു കാര്യം കേട്ട് എല്ലാവരും കാറിന്റെ മുന്നിലേക്ക് വന്നിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൂപ്പറിന് ഇനിയിപ്പോൾ വണ്ടി മുന്നിലേക്ക് എടുക്കാൻ കഴിയത്തില്ല. അതുമല്ല നമ്മുടെ റേവന്റെ ഫോണിന്റെ GPS ലൊക്കേഷൻ മനസ്സിലാക്കി അതിന് മുന്നേ തന്നെ പോലീസുകാരും അവിടേക്ക് വന്നു. ആ ഒരു സമയം കൊണ്ട് റേവൻ എന്താ ചെയ്യുന്ന വെച്ചാല് അവിടെ വിലങ്ങിട്ടിരിക്കുന്ന ആ ഒരു കമ്പിയില് അതിങ്ങനെ പതിയെ വലിച്ച് ഒരു വിധത്തില് അതിലൂടെ വിലങ്ങ് ഊരിയിട്ട് അവള് പെട്ടെന്ന് ഡോറും തുറന്ന് ഈ ആളുകളുടെ ഇടയിലേക്ക് പോകുന്നതും റേവൻ ഒരു വിധത്തില് സേഫായി. കൂപ്പർ ആണെങ്കിൽ ഇപ്പോഴകത്ത് തന്നെ ഇരിക്കാണ്, അവന് വെളിയിൽ ഇറങ്ങാൻ കഴിയുന്നില്ല. അപ്പോഴേക്കും ചുറ്റിനും പോലീസുകാർ വന്നിട്ട് കൂപ്പർ നിങ്ങൾ ഒന്നും ചെയ്യാനായിട്ട് ഉദ്ദേശിക്കരുത്, ഞങ്ങൾ ഷൂട്ട് ചെയ്യും, അതുകൊണ്ട് കാറിൽ നിന്ന് പുറത്തിറങ്ങുന്നതായിരിക്കും നല്ലത് എന്നെല്ലാം ഒരുപാട് തവണ ഇങ്ങനെ പറഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും കൂപ്പർ കാറിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുന്നില്ല. അപ്പോൾ വേറെ വഴിയില്ലാതെ പോലീസുകാരെന്താ ചെയ്യുന്നതിൽ പെട്ടെന്ന് അകത്തേക്ക് ഷൂട്ട് ചെയ്തിട്ട് ഓടി ആ ഒരു കാറിനടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അടുത്തൊരു ടെസ്റ്റ് അവിടെ നമ്മുടെ കൂപ്പറിനെ കാണാനില്ല. കാണിക്കുമ്പോഴത്തേക്കും കൂപ്പർ എവിടെയാന്ന് വെച്ചാല് ഈ ആളുകളുടെ ഇടയിലായിട്ട് ഒരു തൊപ്പിയെല്ലാം ഇങ്ങനെ നിൽക്കാണ്. കാരണം ആ ഒരു പോലീസ് ഡ്രസ്സ് ഊരി കളഞ്ഞതുകൊണ്ട് അവൻ ഇപ്പൊ ആരും സംശയിക്കത്തില്ല. അങ്ങനെ അവൻ വീണ്ടും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് സ്പെൻസർ എന്ന് പറഞ്ഞ ഒരു പയ്യനുണ്ടല്ലോ കൂപ്പർ തട്ടിക്കൊണ്ട് പോയാ ആ ഒരു പയ്യനെ എങ്ങനെയും രക്ഷപ്പെടുത്തുന്നു. അപ്പോഴേക്കാണ് ആ ഒരു ലേഡി ഓഫീസർ നമ്മുടെ റേച്ചലിന്റെ അടുത്തേക്ക് വന്നിട്ട് അവളോട് പറയുന്നത് നിങ്ങളുടെ ഭർത്താവിന് 2 സ്വഭാവമുണ്ട്, അതിലൊന്നാണ് അവൻ ഈ ഒരു ഭ്രാന്തെല്ലാം കാണിക്കുന്നത്, അതുകൊണ്ടാണ് അവൻ ഒരുപാട് പേരെ തട്ടിക്കൊണ്ടുപോയി കൊല്ലുന്നത്. അത് അവന്റെ കുട്ടിക്കാലത്ത് അവന് സംഭവിച്ച എന്തോ ഒന്നുകൊണ്ടാണ് അവൻ ഇങ്ങനെയായി മാറിയത്. പക്ഷെ ഇത്രയും കാലം ഒരു നല്ല ഭർത്താവായിട്ട് കുട്ടികളുടെ നല്ല അച്ഛനായിട്ട് നിങ്ങളുടെ ഇടയിൽ അവൻ ഒരു കുഴപ്പമില്ലാതെയാണ് ജീവിച്ചത്. അതുകൊണ്ട് എന്തായാലും അവനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ പിടിക്കും, നീ സേഫ് ആയിട്ട് ഇവിടെ തന്നെ ഇരിക്കേ, കുട്ടികളെ ഞങ്ങൾ എന്തായാലും നോക്കിക്കോളാം എന്നെല്ലാം പറഞ്ഞിട്ട് ആ ഒരു ലേഡി ഓഫീസർ അവിടെ നിന്ന് പോകുമ്പോൾ റേച്ചൽ കിച്ചണിൽ നിന്നിട്ട് കോഫി ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം പുറകിലൊരു ശബ്ദം. പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആരാണെന്ന് വെച്ചാൽ അത് നമ്മുടെ കൂപ്പർ. അതുമല്ല കൂപ്പറിന്റെ കയ്യിലാണെങ്കിൽ ഒരു കത്തിയുണ്ട്. ഇവിടെ വെച്ചാണ് അടുത്തൊരു ടെസ്റ്റ്. നമ്മുടെ കൂപ്പർ എന്തായാലും ആ ഒരു സ്റ്റേജ് ഷോയ്ക്ക് പോകുമ്പോൾ അവൻ അവിടെ ഉണ്ടെന്നുള്ള ഒരു വിവരം ഒരാൾ വിളിച്ചറിയിക്കാതെ എന്തായാലും പോലീസ് ആ ഒരു കാര്യം അറിയത്തില്ല. അപ്പൊ അങ്ങനെ ആ ഒരു ചാരപ്പണി ചെയ്ത ആ ഒരാള് അത് ആരാണെന്ന് വെച്ചാല് അത് കൂപ്പറിന്റെ ഭാര്യയായിട്ടുള്ള റേച്ചൽ തന്നെയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരോടൊപ്പം ജീവിക്കുമ്പോൾ പലതവണയായിട്ട് കൂപ്പർ ഒരുപാട് കള്ളം ഇവരോട് പറഞ്ഞിട്ടുണ്ട്. അത് കാരണം തന്നെ നമ്മുടെ റേച്ചലിന് കൂപ്പറിന് നല്ല രീതിയിൽ സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഒരിക്കലും ആ ഒരു കാര്യം അവനോട് കാണിച്ചിരുന്നില്ല, അവനോട് ചോദിച്ചതുമില്ല. അപ്പൊ തന്റെ ഭർത്താവ് ഇതേപോലെ ഒരു സീരിയൽ കില്ലർ ആണെന്നുള്ള ആ ഒരു സംശയം കാരണം അവളാണ് ഇതേപോലെ ആ ഒരു ഷോ കാണാൻ വേണ്ടിയിട്ട് റെയിലിയും തന്റെ ഭർത്താവും പോകുന്നുണ്ടെന്നുള്ള കാര്യം പോലീസുകാരോട് പറഞ്ഞത്. അപ്പൊ ആ ഒരു കാര്യമെല്ലാം നമ്മുടെ കൂപ്പർ ആണെങ്കിൽ ഇപ്പോൾ റേച്ചലിനോട് ചോദിക്കുമ്പോൾ അവളും ഓരോ സത്യങ്ങളായിട്ട് ഇങ്ങനെ പറയാണ്. ഒരുപാട് തവണ അവൻ അവളോട് കള്ളം പറഞ്ഞതായിട്ടും ആ ഒരു സമയത്തെല്ലാം എനിക്ക് നിന്നെ സംശയം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ കൂപ്പർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാലേ നിനക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും സംസാരിച്ചത് തീർക്കായിരുന്നു. പക്ഷെ ഒരിക്കലും നീ ഇങ്ങനെ ചെയ്യരുതായിരുന്നു. എനിക്ക് നല്ല ദേഷ്യമുണ്ട്, നിന്നെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. കാരണം എന്താണെന്നറിയോ, ഇനി എന്റെ കുട്ടികള് അവരെന്നെ എങ്ങനെ കാണുമെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് നമുക്ക് ഇതിവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കാന്ന് പറഞ്ഞ് കത്തിയെടുത്തിട്ട് ഇങ്ങനെ എഴുന്നേറ്റ് വരുമ്പോൾ റേച്ചൽ പറയും ശരി അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് സമയം എടുക്കാം. ഞാൻ ഈ ഒരു പൈ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് കഴിച്ചതിന് ശേഷം അത് നമുക്ക് അവസാനമായിട്ട് കഴിച്ചതിന് ശേഷം നീ എന്നെ എന്തുപോലെ ഇങ്ങനെ ചെയ്തോന്ന് പറഞ്ഞിട്ട് അവളുണ്ടാക്കിയ ആ ഒരു പൈ അതൊരു കേക്ക് ഐറ്റമാണ്. അതെടുത്ത് അവനിങ്ങനെ കൊടുക്കാണ്. അതുമല്ല ഇത് റെയിലി ഉണ്ടാക്കിയെന്ന് പറഞ്ഞതുകൊണ്ടാണ് കൂപ്പർ കഴിക്കുന്നത്. കാരണം അവന്റെ മക്കളെ അത്രയും ഇഷ്ടമാണ്. ഒരു സൈക്കോ സീരിയൽ കില്ലർ ആണെങ്കിലും ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അത്ര ജീവനാണ്.
അങ്ങനെ ആ ഒരു പൈ കഴിച്ചുകൊണ്ട് നമ്മുടെ കൂപ്പർ റേച്ചലിനോട് പറയുന്നുണ്ട്, നീ ചെയ്തത് കാരണം എന്താണ് സംഭവിച്ചെന്നറിയോ, എന്റെ കുട്ടികള് അവരെന്നെ നോക്കുന്ന ഒരു രീതി അത് കണ്ടപ്പോ തന്നെ എനിക്ക് ഒട്ടും സഹിക്കാൻ കഴിഞ്ഞില്ല, എനിക്ക് നിന്നോട് നല്ല ദേഷ്യമുണ്ട് റേച്ചൽ എന്നെല്ലാം പറഞ്ഞിട്ട് അവൻ ഈ ഒരു പൈ കഴിച്ചിങ്ങനെ തീർക്കുന്നതും പെട്ടെന്ന് അവൻ എന്തോ തല കറങ്ങുന്നത് പോലെ. അപ്പോഴേക്കും കൂപ്പർ പെട്ടെന്ന് റേച്ചലിനോട് ചോദിക്കും, നീ എന്താ ഇതിലിട്ടേന്ന് ചോദിക്കുമ്പോ റേച്ചൽ പറയും, നീ എല്ലാവരും തട്ടിക്കൊണ്ട് പോകുന്നതിന് മുന്നേ അവരെ മയക്കാനായിട്ട് എന്താണ് ഉപയോഗിക്കുന്നത് ആ ഒരു കാര്യം, കാരണം നിന്റെ ബാഗ് ഞാൻ കണ്ടുപിടിച്ചിരുന്നു എന്ന് പറയുമ്പോ കൂപ്പറിനിപ്പോ വേറെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അവന്റെ ബോധം പതിയെ പതിയെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കൂപ്പർ അങ്ങനെ പതിയെ എഴുന്നേറ്റ് തന്റെ ഭാര്യ ആദ്യം ഒരു തവണ അവനെ ചതിച്ചു, അത് കഴിഞ്ഞപ്പോ രണ്ടാമത്തെ തവണയും അവനെ ചതിക്കുകയാണ്. അതുകൊണ്ട് അവൻ അങ്ങനെ ആ ഒരു കത്തിയും കൊണ്ട് എഴുന്നേറ്റ് റേച്ചലിന്റെ അടുത്തേക്ക് നടന്നു വരുന്നതും പെട്ടെന്ന് പുറകിലെ ഏതോ ഒരു സ്ത്രീ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നത് പോലെ അത് വേറെ ആരുമല്ല, കൂപ്പറിന്റെ അമ്മയാണ്. അവരുടെ കാര്യമാണ് അവന് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരുന്നത്. അവര് ജീവിച്ചിരിപ്പില്ല, മരിച്ചൊരു സ്ത്രീയാണ്. അപ്പൊ അവര് നമ്മുടെ കൂപ്പറിനോട് ഇപ്പൊ സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാല്, നമുക്ക് എല്ലാം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം, നീ എന്റെ അടുത്തേക്ക് വാ എന്നിങ്ങനെ പറയുന്നതും കൂപ്പർ നടന്ന് ആ ഒരു ഡോറിന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ രണ്ട് പോലീസുകാർ രണ്ടു വശത്ത് നിന്ന് ഈ ഒരു ഇലക്ട്രിക് ഷോക്ക് കൊടുക്കുന്ന ഒരു തോക്കുണ്ട്, അത് വെച്ച് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നു. അപ്പോഴേക്കും നമ്മുടെ കൂപ്പർ അവിടെ അങ്ങനെ നിന്നിട്ട് പെട്ടെന്ന് ദേഷ്യം കാരണം അതിലൊരു പോലീസുകാരനെ പൊക്കിയെടുത്ത് താഴെക്കിട്ട ആ ഒരു പോലീസിന്റെ രണ്ട് കണ്ണും കൈകൊണ്ട് അങ്ങനെ കുത്തി അങ്ങ് പൊട്ടിക്കും. അതേസമയം പുറകിൽ നിന്നിട്ട് ബാക്കിയുള്ള പോലീസുകാരും കൂടി ചേർന്ന് അവനിങ്ങനെ ഷോക്ക് കൊടുക്കുന്നതും കൂപ്പറിനിപ്പോ വേറെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, അവൻ പിടിക്കപ്പെട്ടു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൂപ്പറിനെ അറസ്റ്റ് ചെയ്ത് വീട്ടിന് വെളിയിലേക്ക് കൊണ്ടുവരാണ്. അങ്ങനെ അവനെ വെളിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ കൂപ്പർ പെട്ടെന്ന് റെയിലിയുടെ സൈക്കിൾ കണ്ടിട്ട് എനിക്ക് ഒരു സെക്കൻഡ് മാത്രം എന്താ എന്നും പറഞ്ഞ ആ ഒരു സൈക്കിളിനടുത്തേക്ക് വന്നിട്ട് അവൻ കുറെ നേരം ആ ഒരു സൈക്കിളിൽ ഇങ്ങനെ തൊട്ട് ആകെ വിഷമിച്ചിങ്ങനെ നിന്നിട്ട് അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ റെയിലിയും അവന്റെ മകനും ഒരു കാറിൽ അവിടേക്ക് വന്നിറങ്ങിയിട്ട് റെയിലാണെങ്കിൽ ഓടി വന്ന് കൂപ്പറിനെ അങ്ങനെ കെട്ടിപ്പിടിച്ച് കരയാണ്. പക്ഷെ വേറെ വഴിയില്ല, കൂപ്പറിനെ കൊണ്ടുപോയേ പറ്റൂ. അതുകൊണ്ട് റെയിലി തിരിച്ച് അവളുടെ അമ്മയുടെ അടുത്തേക്ക് വന്നിട്ട് കൂപ്പറിനെ അറസ്റ്റ് ചെയ്ത് ആ ഒരു വണ്ടിയിലേക്ക് കയറ്റി അവനെ അവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്താണ് കുറെ കഴിയുമ്പോൾ നമ്മുടെ കൂപ്പർ പതിയെ ഇങ്ങനെ ചിരിക്കാൻ തുടങ്ങുന്നു. എന്താണെന്ന് കാണിക്കുമ്പോൾ അവന്റെ ആ ഒരു ഷർട്ടിനുള്ളിൽ നിന്നും ഒരു കമ്പി ഇങ്ങനെ വലിച്ചൂരാണ്. വേറെ ഒന്നുമല്ല, ആ ഒരു സൈക്കിളിനടുത്ത് അവൻ കുറെ നേരം ഇങ്ങനെ ഇരുന്നല്ലോ, ആ ഒരു സമയത്ത് സൈക്കിളിന്റെ കമ്പി ഊരി അവൻ കയ്യിലേക്ക് വെച്ചിരുന്നു. അത് വെച്ച് ഈ ഒരു വിലങ്ങ് അങ്ങനെ തുറന്നിട്ട് എന്തായാലും അവൻ രക്ഷപ്പെട്ട് പോകുമെന്ന് നമുക്കറിയാം. അതും കാണിച്ചിട്ട് അടുത്ത സീനിൽ കാണിക്കുമ്പോൾ നമ്മുടെ ജാമി ഉണ്ടല്ലോ, ആ ഷോ നടന്ന സ്ഥലത്ത് കൂപ്പറായിട്ട് പരിചയപ്പെട്ട ഒരുത്തൻ അവൻ വീട്ടിൽ നിന്നിട്ട് ന്യൂസ് എല്ലാം കാണുമ്പോഴത്തേക്കാണ് ഇതേപോലെ ആ ഒരു സീരിയൽ കില്ലറിനെ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൂപ്പറിന്റെ ഫോട്ടോ ഇങ്ങനെ കാണിക്കുന്നതും ജാമി പെട്ടെന്ന് അന്തം വിട്ടിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അയ്യോ, ഇവനല്ലേ ഞാൻ സഹായിച്ചത്, അത് ഞാനാണ് സഹായിച്ചത് രക്ഷപ്പെടാൻ വേണ്ടി എന്നെല്ലാം പറഞ്ഞ് ശരി ഞാൻ ഇത് ആരോടും പറയാൻ പോകുന്നില്ല, ജോലി സ്ഥലത്ത് ഈ ഒരു കാര്യം ഞാൻ മിണ്ടത്തോലുമില്ല എന്നെല്ലാം പറഞ്ഞ് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നതും ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് ഇപ്പോൾ അവസാനിപ്പിക്കുകയാണ്. ഇനി ഈ ഒരു മൂവിക്ക് സെക്കൻഡ് പാർട്ട് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല, കാരണം അവൻ എന്തായാലും രക്ഷപ്പെട്ടു പോയല്ലോ. അങ്ങനെ ആ ഒരു സെക്കൻഡ് പാർട്ട് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ചെയ്യാം.